Doctors in English section. Thank you, Dr. Dhanesh. നമസ്കാരം. നമ്മുടെ IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ മലയാളം സെക്ഷൻ ഇന്ന് 1257 ദിവസം. ഇന്ന് മലയാളം സെഷൻ പ്രോഗ്രാമിൽ ഒരു ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ് ശ്രവിക്കുന്നതിനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. കൂടാതെ ക്ലാസിക്കൽ ട്രീറ്റ്മെന്റിന്റെ തലതൊട്ടപ്പനെന്നോ അല്ലെങ്കിൽ വലിയ ഒരു ഡോക്ടറുടെ ആരാധിക കൂടിയായ ഒരു ഡോക്ടറാണ്. മുഖം കണ്ടതുകൊണ്ട് ഇനി ഞാൻ സസ്പെൻസ് നീട്ടിക്കൊണ്ടു പോണില്ല. മറ്റാരുമല്ല, നമ്മുടെ ഡോക്ടർ അനിത സോമനാണ്. അനിത സോമൻ ഡോക്ടറുടെ ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ അവസരത്തിലേക്ക് ഞാൻ ഡോക്ടറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് സ്വാഗതം. ഞാൻ എന്റെ ക്ലാസ് ആദ്യമേ തന്നെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. അതോടൊപ്പം തന്നെ ഹോമിയോപ്പതിയുടെ സൃഷ്ടാവായ ഡോക്ടർ സാമുവൽ കനിമാനും അതുപോലെ എന്റെ ഗുരുവായ ഡോക്ടർ പ്രഫുൽ വിജയക്കറിനും പ്രണാമം. ഇന്നത്തെ ക്ലാസ് ഞാൻ ആദ്യം മ്യാസത്തെ പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അത് പറഞ്ഞിട്ട് പിന്നെ കേസിലോട്ട് കിടക്കാം. മ്യാസം എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിട്ടുള്ള കാര്യമാണ്, ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഹരിമാൻ ഓർഗനോൺ ഓഫ് മെഡിസിനിലെ ക്രോണിക് ഡിസീസിന്റെ പ്രിസൈസിൽ പറയുന്നുണ്ട്, അദ്ദേഹം കണ്ടുപിടിച്ച ഹോമിയോപ്പതിയെക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് മ്യാസം കണ്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത്. അപ്പൊ മ്യാസം കണ്ടുപിടിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ബേസിക് കുറച്ച് കാര്യങ്ങൾ പറയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മാൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 37 ട്രില്യൺ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്രോക്സിമേറ്റ്. അതിൽ ഒരു സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്, which have almost all properties of man himself and all functions are governed by genes ആണ്. And the genetic code which is inside the nucleus ആണ്. ജീൻസ് ആണ് ഡീകോഡ് ചെയ്യുന്നത് മെറ്റബോളിസത്തിനെയും ഡിഫറൻഷിയേഷൻ ഓഫ് ഫിസിക്കൽ ലുക്ക്, ഫങ്ഷൻസ്, ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ, ഇതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ജീൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിവിജ്വലൈസേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഇൻഡിവിജ്വലൈസേഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ജീൻസ് ആണ്. ഒരു മനുഷ്യന്റെ ഫസ്റ്റ് ഫിസിക്കൽ നീഡ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യരല്ല ഏത് ജീവജാലങ്ങളുടെയും ഫസ്റ്റ് ഫിസിക്കൽ നീഡ് എന്ന് പറയുന്നത് സർവൈവ് ആണ്. എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ സർവൈവ് ചെയ്യണമെങ്കിൽ എനർജി വേണം. എനർജി വേണമെങ്കിൽ ആദ്യത്തെ എനർജി എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആദ്യം കുഞ്ഞ് കരഞ്ഞോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം കുഞ്ഞിന്റെ പൊക്കിൾ അമ്മയിൽ നിന്നുള്ള ബന്ധം വിടുമ്പോഴത്തേക്ക് അംബിലിക്കൽ കോർഡ് കട്ട് ചെയ്താൽ ഉടനെ കുഞ്ഞ് കരയണം. കാരണം കുട്ടിക്ക് ഓക്സിജൻ കിട്ടണം, ഇല്ലെങ്കിൽ ബ്രെയിൻ സെല്ല് ഡെഡ് ആയി പോകും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഡെഡ് ആയി പോകും. അപ്പൊ അതിനു മുമ്പേ ഓക്സിജൻ കിട്ടണം. ആ ഓക്സിജൻ കിട്ടണമെന്നാകുമ്പോഴത്തേക്ക് കുഞ്ഞ് കരയുന്നതിന് കാരണം അതിന്റെ ലങ്സ് പെട്ടെന്ന് ടപ്പോന്ന് പറഞ്ഞ് വലുതായിട്ട് വികസിക്കുമ്പോഴാണ് കുഞ്ഞിന് പെയിൻ കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഹാർട്ടിന് ഇന്റർവെർട്ടിബ്രൽ സെപ്റ്റം എല്ലാം അടയുകയും എല്ലാം ഒരേ സമയത്ത് ഒരു നിമിഷം കൊണ്ടാണ് ഈ സംഭവങ്ങൾ അത്രയും നടക്കുന്നത്. അപ്പൊ കുഞ്ഞിന്റെ സർവൈവല് ഓക്സിജൻ കിട്ടുന്നു. ഓക്സിജൻ കിട്ടുന്നതോടൊപ്പം കുഞ്ഞ് കരയുന്നതോടൊപ്പം കുഞ്ഞിന് മുലപ്പാല് അല്ലെങ്കിൽ പാല് ഏതെങ്കിലും ലിക്വിഡ് കിട്ടണം. എന്നാലേ അവിടെ ബ്ലഡ് ഓടിത്തുടങ്ങുള്ളൂ. ലിക്വിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലഡ് ഓടിത്തുടങ്ങാനൊക്കെ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് എനർജി കിട്ടുകയുള്ളൂ. കുട്ടിക്ക് വീണ്ടും കരയാനുള്ള ATP ഡെവലപ്പ് ചെയ്യല്ലേ. എനർജി എന്ന് പറഞ്ഞാൽ ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഒരു ഫംഗ്ഷൻ, ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സെല്ലിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ആൻഡ് ഓക്സിജൻ ഫോർ സർവൈവൽ ആണ്.
സെക്കൻഡ് ഫിസിക്കൽ നീഡ് ഫംഗ്ഷൻ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറേഷൻ കീപ്പ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ഫോർ സർവൈവൽ ഓഫ് സ്പീഷീസിനെ സർവൈവ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മള് ഈ ലോകത്തുനിന്ന് ജനറേഷൻ കീപ്പ് അപ്പ് ചെയ്തില്ലെങ്കിൽ അടുത്ത തലമുറ ഉണ്ടാകത്തില്ല, ഈ ലോകമേ നശിച്ചു പോകും, ഭൂമിയെ നശിച്ചു പോകും. അപ്പൊ ആദ്യത്തെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറേഷൻ കീപ്പ് അപ്പ് ചെയ്യുക ഓർ റീപ്രൊഡക്ഷൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂൺ മെക്കാനിസം ഉണ്ടെങ്കിൽ സെല്ലിന് എന്തെങ്കിലും ഒരു ഇഞ്ചറി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സെല്ലിന് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡിഫെൻസീവ് മെക്കാനിസംസ് ഉണ്ട്. അതാണ് ഹനിമാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തത്. ദാറ്റ് ഈസ് സോറ, സൈക്കോസിസ് ആൻഡ് സിഫിലിസ്. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫെൻസീവ് മെക്കാനിസം ഓഫ് എ സെല്ലാണ്. ഒരു സെല്ലിന്റെ ഡിഫെൻസീവ് മെക്കാനിസം ആണ് മാസോ എന്ന് പറയുന്നത്. അതിൽ സോറ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫെൻസീവ് മെക്കാനിസം ആണ്. സോറ ജനറേഷൻ ടു ജനറേഷൻ ആയിട്ട് വരുന്നുണ്ടെന്ന് ഹനുമാൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ മദർ മാസം ഓഫ് ഓൾ ഡിസീസസിന്റെ മദർ മാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏത് മനുഷ്യന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് സർവൈവൽ വരണമെങ്കിൽ സോറ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ലൈഫ്. അതിന് തുല്യമായിട്ട് ലൈഫാണ് വരുന്നത്. അപ്പൊ ഏത് ഡിസീസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫ്ലമേഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ദാറ്റ് ഈസ് സോറിക് കണ്ടീഷൻ ആണ്. ദാറ്റ് ഈസ് സോറ എന്ന് പറയുന്ന ഇൻഫ്ലമേഷൻ എന്നാണ്. സോറയെ വേറൊരു രീതി നമുക്ക് പറയാവുന്ന സോറിക്ക് ഇൻഫ്ലമേഷൻ എന്നാണ്. ഇൻഫ്ലമേഷന്റെ ആദ്യത്തെ തുടങ്ങുന്ന തന്നെ അലോപ്പതിക്കൽ പറയുന്നുണ്ട്. പെയിൻ, ഡോളർ, ഹീറ്റ്, കാല, റെഡ്നെസ്, റൂബർ, സ്വെല്ലിങ്, ട്യൂമർ ആൻഡ് ലാസ്റ്റ് ഇതൊന്നും കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ലോസ് ഓഫ് ഫംഗ്ഷൻ ആണ്. ആ ഭാഗം കട്ട് ചെയ്താൽ നെക്രോസിസോ അല്ല അപ്പോലൈസിസോ അപ്പോട്ടോസിസോ കൊണ്ടോ നശിപ്പിച്ച് കളയും. അപ്പൊ ഇത്രയും ചേഞ്ചസ് ആണ് ഇതിന് രക്ഷപ്പെട്ടില്ലെങ്കിലാണ് അടുത്ത സ്ട്രക്ചറൽ ചേഞ്ചിലോട്ട് വരുന്നത്. ഇത് ഫങ്ഷണൽ ചേഞ്ച് ആണ്. ഈ ഫങ്ഷണൽ ചേഞ്ച് മാറി അതിൽ നമുക്ക് രക്ഷപ്പെടാൻ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ചാടുന്നത്, നെക്സ്റ്റ് ഡിഫെൻസീവ് മെക്കാനിസം ആയ സൈക്കോസിസിലോട്ട് പോകുന്നത്. അപ്പൊ ഒരു ഡിസീസ് ഇല്ല. ഫസ്റ്റ് പ്രൈമറി ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ സോറിക് ഇൻഫ്ലമേഷൻ ആണ്. സെക്കൻഡറി ഡിഫെൻസ് എന്ന് പറയുന്ന ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ അട്രോഫി അല്ലെങ്കിൽ ഇൻഡറേഷൻ ഓർ ട്യൂമർ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് സൈക്കോട്ടിക് ആണ്. ദാറ്റ് ഈസ് സൈക്കോട്ടിക് ഡിഫെൻസ് ആണ്. ഈ സൈക്കോട്ടിക് ഡിഫെൻസ് കൊണ്ട് നമുക്ക് ആ ഇഞ്ചുറിയെ കവറപ്പ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ ബോഡിയുടെ ഡിഫെൻസീവ് മെക്കാനിസം അടുത്ത തേർഡ് ഗിയറിലോട്ട് മാറും. തേർഡ് ഗിയർ എന്ന് പറഞ്ഞാൽ സിഫിലിസ്. ദാറ്റ് ഈസ് ഡിസ്ട്രോയ് ചെയ്യണം. അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പാർട്ടിനെ അങ്ങ് നെക്രോസ്റ്റ് ആക്കി നശിപ്പിച്ച് കളയും, അതിന് ഗാംഗ്രീൻ ആക്കി നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ മനുഷ്യനെ മൊത്തമായിട്ട് നശിപ്പിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളെ ഈ ലോകത്ത് നടക്കത്തുള്ളു. അപ്പൊ ഹനുമാൻ അതാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞ, സോറ ആദ്യം ഉണ്ടാകും. ഒരു ഡിസീസ് ഉണ്ടാകുമെങ്കിൽ ഫസ്റ്റ് സോറിക് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അതിൽ നിന്ന് നിലനിൽക്കാൻ പറ്റുന്നില്ല, സെല്ലിന് നിലനിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ സെക്കൻഡ് ഡിഫെൻസിലോട്ട് പോകും. ദാറ്റ് ഈസ് സൈക്കോസിസ്. വാള് പോലെ ഇന്റർവേഷൻ അല്ലെങ്കിൽ ട്യൂമർ ആയിട്ടോ അല്ലെങ്കിൽ ഡയലിറ്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അട്രോഫി ആയിട്ടോ എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്യും. അതിലും പിടിച്ചു നിൽക്കാൻ വരാതെ വരുമ്പോഴാണ് തേർഡ് ഗിയറിലോട്ട് മാറുന്നത്. ദാറ്റ് ഈസ് സിഫിലിസ്. ദാറ്റ് ഈസ് എ ഡിസ്ട്രക്ഷൻ. അതെന്ന് പറയുന്നത് ഒന്നുകിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഡിസീസ്ഡ് പാർട്ടിനെ നശിപ്പിക്കുക, ബാക്കിയുള്ളതിനെ സേവ് ചെയ്യുക. അല്ലെങ്കിൽ ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ക്യാൻസർ പോലുള്ള കണ്ടീഷൻ സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ മനുഷ്യനെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഡിഫെൻസീവ് മെക്കാനിസം ഓഫ് എ സെൽ എന്ന് പറയുന്നതാണ് വ്യാസം എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പൊ ഒരു സെല്ലിനെ ഇൻജുറി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഫിസിക്കൽ ഏജൻസ് മെക്കാനിക്കൽ ട്രോമ, ആക്സിഡന്റ് പോലുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചർ, ഹീറ്റ് സ്ട്രോക്കോ അല്ലെങ്കിൽ ചിൽ ബ്ലെയിൻസോ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ സഡൻ അറ്റ്മോസ്ഫിയറിക് ചേഞ്ച്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക്, അല്ലെങ്കിൽ റേഡിയേഷൻ, അല്ലെങ്കിൽ മാഗ്നറ്റിസം, അല്ലെങ്കിൽ കോസ്മിക് റേഡിയേഷൻ, ഇങ്ങനെയുള്ള ഈ ഫിസിക്കൽ ആയിട്ടുള്ള ഏജൻസ് കൊണ്ടുള്ള ഒരുപാട് കംപ്ലൈന്റ് സെല്ലിനെ ഇഞ്ചുറി ചെയ്യാം, അല്ലെങ്കിൽ ട്രോമ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഓക്സിജൻ ഡിപ്രൈവേഷൻ, ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോക്സിയ, ഈ ഹിമാലയൻ ഭാഗത്തൊക്കെ പോകുമ്പോഴത്തെ ഓക്സിജൻ ഒട്ടും കിട്ടത്തില്ല. അപ്പൊ അവിടെ ഓക്സിജൻ ഹൈപ്പോക്സിയ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോയും വരും. അതായത് ഇസ്കീമിയ ഉണ്ടാവും, ആള് മരിക്കാനുള്ള ചാൻസ്. ഓക്സിജൻ ഇല്ലെങ്കിൽ മരിച്ചു പോകും. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹൈപ്പോക്സിയ വന്നു കഴിഞ്ഞാൽ അവിടെ ഡെത്ത് സംഭവിച്ചിരിക്കും. പിന്നെ കെമിക്കൽ ഏജൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് കൊണ്ട് നമുക്ക് ഡിസീസ് സെല്ലിനെ ഇഞ്ചുറി ചെയ്യാം. ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് കൂടുതൽ കഴിച്ചാലും കുഴപ്പം, ഗ്ലൂക്കോസ് കുറച്ച് കഴിച്ചാലും കുഴപ്പം, സാൾട്ട് കൂടുതൽ കഴിച്ചാലും കുഴപ്പം, എക്സസ് ആയാലും കുഴപ്പം,
ഹൈ കോൺസെൻട്രേഷൻ ആയാലും കുഴപ്പം, ലോ കോൺസെൻട്രേഷൻ ആയാലും കുഴപ്പം. അതുപോലെ ഓക്സിജൻ ഹൈ കോൺസെൻട്രേഷൻ ആയാലും കുഴപ്പമാണ്, ലോ കോൺസെൻട്രേഷൻ ആയാലും കുഴപ്പമാണ്. ഇതെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, സെല്ലിന് ഇഞ്ചുറി ഉണ്ടാക്കും. അതുപോലെ പോയിസൺസ്, സൈനൈഡ് പോയിസൺ, ആർസനിക് പോയിസൺ, മെർക്കുറി പോയിസൺ, എയർ പൊല്യൂട്ടന്റ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ്സ്, ഹെർബിസൈഡ്സ്, കാർബൺ മോണോക്സൈഡ് പോയിസൺ, അങ്ങനെ കുറെ പോയിസൺസ് ഉണ്ട്. പിന്നെ സോഷ്യൽ സ്റ്റിമുല ആയിട്ടുള്ള ആൽക്കഹോളിക് അഡിക്ഷൻസ് അല്ലെങ്കിൽ നാർക്കോട്ടിക്സ്, ഇതെല്ലാം മൈൻഡിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ആ പേഷ്യന്റ് അവസാനം സ്വയം സൂയിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിരിക്കും. അതവിടെ സംഭവിക്കുന്നത്. പിന്നെ എക്സസീവ് യൂസ് ഓഫ് തെറാപ്യൂട്ടിക് ഡ്രഗ്സ്, ഈവൻ ഹോമിയോപ്പതിക് ഡ്രഗ്സ് പോലും എക്സസീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സൈഡ് എഫക്ട് തന്നെ ഉണ്ടാക്കും, നമ്മുടെ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യും, അല്ലെങ്കിൽ സപ്രഷൻ ഉണ്ടാക്കിയിട്ട് ഇമ്പോർട്ടന്റ് പാർട്ടിനെ ബാധിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇൻഫെക്ഷൻസ് ഏജൻസ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്, ഇതുകൊണ്ടും നമുക്ക് സെല്ലിന് ഇഞ്ചുറി വരാം. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ആന്റിജൻ, ദാറ്റ് ഇസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൊണ്ട് മനുഷ്യൻ സ്വയം തന്നെ എന്റെ ശരീരത്തെ അല്ലെങ്കിൽ എന്റെ മനസ്സിനെ നശിപ്പിക്കാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവിടെയും വരുന്നത് നാശം തന്നെയാണ്, സിവിലിസിലോട്ടാണ് പോകുന്നത്, ഡിസ്ട്രക്ഷനിലോട്ടാണ് പോകുന്നത്. പിന്നെ ജനറ്റിക് ഡെറേഞ്ച്മെന്റ്, കുഞ്ഞ് ജനിക്കുമ്പോഴേ ജനറ്റിക് ആയിട്ടുള്ള ഡെറേഞ്ച്മെന്റുകളില്ല, ഇതുപോലെ ഓട്ടിസം പോലെ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള ഡെറേഞ്ച്മെന്റ് ആയിട്ടുള്ള മറ്റേ ക്രോമസോം കൂടിയിട്ടുള്ള കണ്ടീഷൻ, അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം ജനറ്റിക് ഡെറേഞ്ച്മെന്റ്. പിന്നെ ന്യൂട്രീഷണൽ ഇംബാലൻസ് കൊണ്ട് ഈ ആഫ്രിക്കയിലൊക്കെ ജനിക്കുന്ന കുട്ടികൾ കോർച്ചോക്കർ കൊണ്ടും മരാസ്മസ് കൊണ്ടും കൈഫോസിസ് കൊണ്ടും ഒക്കെ മരണപ്പെടുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ബിനംബിങ് ഏജന്റ്, നമ്മുടെ ഇലക്ട്രിക്കൽ ഷോക്ക് കൊണ്ട് ബിനംബിങ് ഉണ്ടാക്കാം, നമ്മുടെ നെർവിനെ നശിപ്പിക്കാം. പിന്നെ ഫോറിൻ പ്രോട്ടീൻസ്, ദാറ്റ് ഈസ് എ സ്നേക്ക് ബൈറ്റ്, സ്പൈഡർ ബൈറ്റ്, ബി ബൈറ്റ്സ്. പിന്നെ വാക്സിനേഷൻ, ഇറ്റ് ഈസ് എ ഫോറിൻ പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീൻസ് വെളിയിൽ നിന്ന് വരുന്ന നമ്മുടെ ബോഡി റിജക്ട് ചെയ്ത് നമുക്ക് അവിടെ നാശമേ ഉണ്ടാവില്ല, ആ സെല്ല് നശിക്കും, അല്ലെങ്കിൽ മൊത്തം മനുഷ്യനെ നശിപ്പിക്കും. അപ്പൊ സെല്ലിന്റെ ഡിഫൻസീവ് മെക്കാനിസം എന്ന് പറയുന്നതാണ് ദാറ്റ് ഇസ് നാസോ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, ഫിസിയോളജിക്കൽ ഡിഫൻസും ഉണ്ട്, മോർഫോളജിക്കൽ ഡിഫൻസും ഉണ്ട്. ഫിസിയോളജിക്കൽ ഡിഫൻസ് ഓർ ഫങ്ഷണൽ ഡിഫൻസ് എന്ന് പറയുന്നതാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് സോറിക് ഇൻഫ്ലമേഷൻ. അവിടെ തന്നെ ഇൻവേസീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ സ്റ്റിമുലൈസ്, ഇഞ്ചുറി ചെയ്യുന്ന സാധനങ്ങൾ കയറി കഴിഞ്ഞാൽ മെന്റലി ആസ് വെൽ ആസ് ഫിസിക്കലി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, മെന്റലി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, സെൻസിറ്റിവിറ്റി കൂട്ടും, ഇറിറ്റേഷൻ കൂട്ടും, ആൻസൈറ്റി കൂട്ടും, പിന്നെ പെയിൻ, സ്പാസ്മോഡിക് പെയിൻസ് ഉണ്ടാക്കും, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കും. പക്ഷെ അത് കുറച്ചു നേരം നിൽക്കുള്ളൂ, അത് കനിമാൻ തന്നെ പറയുന്നുണ്ട് 74 അക്യൂട്ട് ഡിസീസ് ആയിട്ട് മാറും. അത് ചെറിയ ട്രാൻസിയന്റ് പീരിയഡിൽ വന്നിട്ട് ഐദർ റിക്കവറി ഓർ ഡെത്ത് ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇതിന് ഈ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിഫക്റ്റിന് നമ്മുടെ സെല്ലിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നേരെ അത് അടുത്ത ഗിയറിലോട്ട് മാറും, ദാറ്റ് ഈ മോർഫോളജിക്കൽ ഓർ സ്ട്രക്ചറിലോട്ട് മാറും. അപ്പൊ സ്ട്രക്ചറൽ ഡിഫൻസ് വരും. എന്നുവെച്ചാൽ അത് രണ്ട് തരത്തിലുണ്ട്, ദാറ്റ് ഇസ് സൈക്കോട്ടിക് ആൻഡ് സിവിലിസ്, ദാറ്റ് ഇസ് കൺസ്ട്രക്റ്റീവ് ആസ് വെൽ ആസ് ഡിസ്ട്രക്റ്റീവ്. കൺസ്ട്രക്റ്റീവ് ഡിഫൻസ് എന്ന് പറയുന്നതാണ് സൈക്കോട്ടിക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഉദാഹരണം പോളിപ്പ്, വാട്സ്, സിസ്റ്റ്, ട്യൂമേഴ്സ്, atherosclerotic plaques, deposition of pigment, minerals, ഈ ഭാഗത്തെല്ലാം സെൽ വാൾ തിക്കൻഡ് ആയിട്ട് എക്സസീവ് അക്യുമുലേഷൻ ഓഫ് ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ഗ്ലൈക്കോജൻ എല്ലാം ഡെപ്പോസിറ്റ് ആയിട്ട് സെല്ലിനെ ബലപ്പെടുത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഡിസ്ട്രക്ഷനിലോട്ട് പോകുന്നത്. ഒന്നുകിൽ ആ ഒരു പാർട്ട് മാത്രം ഡിസ്ട്രോയ് ചെയ്യും, അല്ലെങ്കിൽ ഗാംഗ്രീൻ പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ അൾസർ പോലെ ആ ഭാഗത്തിനെ നശിപ്പിച്ച് കളയും, കത്തിച്ച് കളയും, അൾസർ പോലെ കത്തിച്ച് കളയും. അല്ലെങ്കിൽ മൊത്തമായിട്ട് ആള് തന്നെ പോകും. ഹനുമാൻ പറഞ്ഞ കാര്യങ്ങള് ഹനുമാന്റെ 73 and 74 അന്ന് മൈക്രോസ്കോപ്പൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, എന്നിട്ട് പോലും ഹനുമാൻ അന്ന് പറഞ്ഞ് ലേറ്റന്റ് സോറ, എല്ലാവരിലും സോറയുണ്ട്, സോറ എന്ന് പറഞ്ഞാൽ ലൈഫാണ്. ആ സോറയ്ക്ക് ഇൻഫ്ലമേഷൻ വരുമ്പോൾ, ഡിസീസ് കണ്ടീഷൻ വരുമ്പോൾ ലേറ്റന്റ് സോറയായിട്ട് ഇരിക്കുന്നത് അക്യൂട്ട് ഡിസീസസില് ഇത് റിയാക്ട് ചെയ്യും. ഇൻജൂറിയസ് ഈ ഏജൻസ് ഏതാ വരുന്ന അവരുമായിട്ട് റിയാക്ട് ചെയ്യും. അത് അവസാനം എൻഡിൻ റിക്കവറി ഓർ ഡെത്തിലാണ് പോകുന്നത്. അത് ദാറ്റ് ഈസ് ആ ഫസ്റ്റ് ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാകുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സൈക്കോസിസിലോട്ട് പോകും. ഹനുമാൻ പറയുന്നത് കോണ്ടൈലോമാറ്റസ് ഗ്രോത്ത് ആയിട്ടാണ് പോകുന്നത്. അത് തടയാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സിവിലിസിലോട്ട് പോകും, ദാറ്റ് ഈസ് വെനീറിയൽ ഡിസീസ് വിത്ത് ക്യാൻസർ ആയിട്ട് പോകും. അപ്പോൾ ഇത് ഇത്രയും ഞാൻ പറഞ്ഞതില്
സോറിക് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ റിയാക്ഷൻ ഓർ ഡിഫൻസ്. ഫിസിയോളജിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഡിഫൻസ് ആണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിഫൻസ് ആണ്. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് റിയാക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡിഫൻസ് ആണ്. സിവിലിസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ഡിഫൻസ് ആണ്, ഡിസ്ട്രക്റ്റീവ് റെസ്പോൺസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു മെറ്റീരിയൽ സൈഡിൽ എപ്പോഴാണ് മെറ്റീരിയലില് സോറ, സൈക്കോസിസ് ആൻഡ് സിവിലിസം ഇത് തന്നെയാണ് അലോപ്പതിക്കാരും പറഞ്ഞിട്ടുള്ളത്. ഇൻഫ്ലമേഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഇത് തന്നെയാണ് അലോപ്പതിക്കാരും പറഞ്ഞത്, ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതെല്ലാം ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫങ്ഷൻ ആണെന്ന് പറഞ്ഞാൽ സർവൈവലാണ്. അവർ സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്. അത് പറ്റില്ലെങ്കിൽ ആ ഫിസിയോളജിക്കൽ മീൻസ് ഇങ്ങനെ മോർഫോളജിക്കൽ ആയിട്ട് പോകും. അതിൽ സൈക്കോട്ടിക് ഡിഫൻസിൽ എന്ന് പറഞ്ഞാൽ ഡയലറ്റേഷൻ ഓഫ് ടിഷ്യൂ ഉണ്ടാകും. ചിലർക്ക് ഡയലറ്റേഷൻ എന്ന് പറഞ്ഞാൽ കാർഡിയോമെഗാലി ഡയലറ്റേഷൻ ആണ് വരുന്നത്. അവിടെ എന്താ കാരണം എന്താണ്? കോസ്റ്റ് ബൈ ലെസ് ഫൈബ്രിൻ പ്രൊഡക്ഷൻ വളരെ കുറവാണ്, അവിടെ സൈക്കോസിസ് ലെസ് ആവും. അല്ലെങ്കിൽ റിലാക്സേഷൻ ഓഫ് ടിഷ്യൂസ് റിലാക്സ് എന്ന് പറഞ്ഞാൽ കൊളാപ്സ് പോലുള്ള കണ്ടീഷൻ, അവിടെ എന്താണ് എലാസ്റ്റിൻ ലെസ് ആയി പോകുന്നത്. നമ്മൾ റബ്ബർ ആലോചിക്കാതെ ഇലാസ്റ്റിക് റബ്ബർ ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ അത് വലിഞ്ഞു പോകും. ദാറ്റ് ഈസ് ആണ് റിലാക്സേഷൻ ഓഫ് ടിഷ്യൂസ്. ദാറ്റ് ഈസ് അവിടെയും സൈക്കോസിസ് ലെസ് ആണ്. അതേസമയം സൈക്കോസിസ് എക്സസ് ആയപ്പോ ഇൻഡുറേഷൻ ഓഫ് ടിഷ്യൂസ് ആണ്, കട്ടിയാകുകയാണ്. ദാറ്റ് ഈസ് എക്സസ് ഓഫ് ഫൈബറിൻ കൊണ്ട് നിറഞ്ഞിട്ട് കട്ടിയാകും. അത് ഭയങ്കര ഇൻഡുറേഷൻ ആണ്, നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കട്ടിക്കിരിക്കും, കല്ലുപോലെ ഇരിക്കും. അവിടെ സൈക്കോസിസ് എക്സസ് ആണ്. കൺട്രാക്ഷൻ ഓഫ് ടിഷ്യൂസ് ഉണ്ടാകും, ചിലർക്ക് സ്റ്റെനോസിസ് പോലെ ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ എക്സസ് ഓഫ് ഇലാസ്റ്റിൻ ആണ്, ഇലാസ്റ്റിൻ ഭയങ്കര കൂടുതലാണ്, അവിടെയും സൈക്കോസിസ് എക്സസ് ആണ്. അതേസമയം സിവിലിറ്റിക് ഡിഫൻസ് ആണെങ്കിൽ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് സർട്ടൻ പാർട്ട്, ദാറ്റ് ഈസ് നെക്രോസിസ് ഓർ ഗാംഗ്രീൻ ഓഫ് സർട്ടൻ പാർട്സ് ടു സേവ് ദ ഹോൾ പാർട്ട് സേവ് ചെയ്യാൻ വേണ്ടി അത് ചെയ്യും. അല്ലെങ്കിൽ അത് ഡിസ്റ്റോർഷൻ ആയിട്ട് മാറും, ഫാൾട്ടി ഓർഗാനിക് ആൾട്ടറേഷൻ ആയിട്ട് മാറും. ഇതാണ് സംഭവിക്കുന്നത് എക്സ്റ്റേണലി ആസ് വെൽ ആസ് ഇന്റേണലി. അതായത് ഉദാഹരണം ഞാൻ ഓരോരുത്തരുടെ ജെനറ്റിക് കോഡ് ഡിസൈഡ്, ജെനറ്റിക് കോഡാണ് നമ്മളെ ഡിസൈഡ് ചെയ്യുന്ന ഏത് റിയാക്ഷന് ആ ഇൻഡിവിജ്വലിന് വരണമെന്ന്. ഒരു ആക്ഷൻ വരുമ്പോൾ റിയാക്ഷൻ വരണമെന്ന് നിശ്ചയിക്കുന്ന നമ്മുടെ ജെനറ്റിക് കോഡാണ്. ഉദാഹരണത്തിന് ഇഫ് എ പേഴ്സൺ ത്രോ എ സ്റ്റോൺ ഓൺ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്റ്റാൻഡിങ് ഓൺ ദ റോഡ്, the reaction of every person is going to be different, governed by his individual genetic code അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു പേഴ്സൺ ആണെങ്കിൽ കല്ല് വരുന്ന കണ്ട ഉടനെ അവൻ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും. ആ എസ്കേപ്പ് ചെയ്ത് അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും, അവന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ അവൻ നോക്കും. അത് കഴിഞ്ഞാൽ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ലാക്ടസിസ്, കനാബിക് ഇൻഡിക്ക, ഓപ്പിയം ഇങ്ങനെയുള്ള മെഡിസിൻസ് ആണ് ഈ ജോലി ചെയ്യുന്നത്. അതേസമയം വേറൊരു പേഴ്സണിനാണ് ഈ കല്ല് വരുന്നത് കാണുമ്പോൾ അയാൾ അതിശയിക്കില്ല, അയ്യോ കല്ല് വരുന്നു, എന്ത് ചെയ്യും, അയ്യോ എന്റെ അടുത്തോട്ട് കല്ല് വരുന്നു. അയാൾ പേടിച്ച് പാനിക്കായിട്ട് ഒന്നും ചെയ്യാൻ വയ്യാതെ ഇങ്ങനെ നിശ്ചലമായി നിന്നു പോകും. ആ കല്ല് വന്ന് അയാൾ തട്ടി അയാൾ വീഴും. അത് ആ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ അക്കണൈറ്റിസ്, അമോണിയം, അർജന്റ് നൈട്രിക്കം പോലുള്ള മെഡിസിൻസ് ആണ്. അവർക്ക് പാനിക്കായി പോകും, അവർക്ക് പെട്ടെന്ന് വരാൻ പറ്റും, പെട്ടെന്നുള്ള റിയാക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ആണെങ്കിൽ അങ്ങനെ വേണ്ട, ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്ന പോലും ഇല്ല, ഒരു റിലാക്സ്ഡ് മൂഡിൽ അങ്ങ് നിൽക്കുകയാണ്. നോട്ട് ഷാർപ്പ് ഇനഫ് ടു നോട്ടീസ് ആ സ്റ്റോൺ എവിടെ വരുന്ന ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈമിൽ വരുന്ന അവരെ വന്ന് ഇടിച്ച് അവര് വീണ് അവര് നെറ്റി പൊട്ടേ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ഇമ്പോർട്ടന്റ് ഭാഗം പൊട്ടേ ചെയ്യും. അങ്ങനെയുള്ള മെഡിസിൻസ് കാൽക്കേരിയ, പരേറ്റാസ്, ഹെലബോറസ്, ഗെൽസീമിയ പോലുള്ള മെഡിസിൻസ് ആണ്. ഇത് ഓരോ ജെനറ്റിക് കോഡ് അനുസരിച്ചാണ് റിയാക്ഷൻ വരുന്നത്. അങ്ങനെയല്ല, അത് ഭയങ്കര പെട്ടെന്ന് ഇവർ കല്ലെറിയാൻ എന്ത് കാരണം, ഈ കല്ല് അങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് തിരിച്ച് അവന്റെ മണ്ടയ്ക്ക് എറിഞ്ഞു കൊടുക്കും. അതെന്ന് പറയുന്നത് മെർക്കുറി, ലക്സോമിക്ക, കോസ്റ്റിക്ക പോലുള്ള മെഡിസിൻസ് ആണ്. ഇതാണ് ജെനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ചില പേഷ്യൻസ് ആണെങ്കിൽ, ചില ആളുകളാണെങ്കിൽ ഇത് എന്താണ് വന്ന് അടിച്ചത്, എന്താ മറിച്ചിട്ടല്ലോ എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ആളുകളുണ്ട്, ഒരു നോളജ് മൂണയും ഇല്ലാത്ത ആളുകൾ. ഇങ്ങനെയുള്ളവരാണ് ബയേറ്റാസും, ബ്യൂഫോയെ, എയ്ത്തൂസയും. അത് ഇത്രയാണ് ഞാൻ, ഇനി ഒരുപാടുണ്ട്, ഞാൻ ഇനി ഇത്രയേ പറയുന്നുള്ളു. പിന്നെ ഒരു മെന്റൽ നീഡോട് പറയാം. നമ്മുടെ ഓരോ മനുഷ്യർക്കും മെന്റൽ നീഡ്, പ്രൈമറി മെന്റൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനാണെങ്കിൽ ലവ് ആൻഡ് കെയർ ആണ് വേണ്ടത്. അവര് നമ്മൾ കുഞ്ഞിനെ ജനിച്ചു വീഴുമ്പോഴത്തേക്ക് എടുത്തൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ, സ്നേഹത്തോട് അടുപ്പിച്ചു കഴിഞ്ഞാൽ അത് ചിരിക്കും. ദാറ്റ് ഇസ് ലവ് ആൻഡ് കെയർ ആണ് അവർക്ക് അത്യാവശ്യം.
അത് കഴിഞ്ഞ് ഒരു വയസ്സ് കഴിയുമ്പോൾ അവർക്ക് നടന്നു കിടക്കണമെങ്കിൽ സപ്പോർട്ട് വേണം. ഏതിന് സപ്പോർട്ട് വേണം? അവർക്ക് പഠിക്കണമെങ്കിൽ സപ്പോർട്ട് വേണം, ഏതിന് സപ്പോർട്ട് വേണം. അത് കഴിഞ്ഞ് ഒരു 11-12 വയസ്സാകുമ്പോഴത്തേക്കാണ് അവരുടെ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുന്നത്, അഡോളസെന്റ് ഏജില്. അപ്പോഴാണ് അവർ എനിക്ക് അറിയാം ഏത് ഡെസ്ക് ഇടണം, ഏതാണ് ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയാം, നിങ്ങൾ പറയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അത് സെൽഫ് എസ്റ്റീം നിൽക്കുന്നതുകൊണ്ടാണ്. അതിനെ ഹത്ത് ചെയ്താൽ അവർക്ക് ദേഷ്യം വരും. പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് വരുമ്പോ ഇപ്പം മണി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മണി ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. മണി ഈസ് പണത്തിന് മേലെ പതിന്നും പറക്കൂലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പണം ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് ഇത്രയാണ് ഇതിനെ പറയുന്നത്. ഇനി ഞാൻ കേസ് പറയാം. IR അശോകുമാർ, ഡോക്ടർ IR അശോകുമാർ എന്റെ അടുത്ത് റെഫർ ചെയ്ത ഒരു കേസാണ്. 40 വയസ്സുള്ള ഒരു ഫീമെയിലാണ്. അവര് എന്ന് പറയുന്നത് ഷോഗ്രൻസ് സിൻഡ്രോം കൊണ്ട് സഫർ ചെയ്യുന്നവരായിരുന്നു. അപ്പൊ ഷോഗ്രൻസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ദ ബോഡീസ് ഓൺ ഇമ്മ്യൂൺ മെക്കാനിസം അറ്റാക്ക് ദെയർ ഗ്ലാൻസിനെ അറ്റാക്ക് ചെയ്യും. ദാറ്റ് ഈസ് സെക്രീറ്റിംഗ് ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസിനെ അറ്റാക്ക് ചെയ്തിട്ട് അതില് ടീയേഴ്സിനെയും സലൈവറി ഗ്ലാൻസ്, സ്കിന്നിലുള്ള സബേഷ്യസ് ഗ്ലാൻഡ് ഇതിനെയൊക്കെ അറ്റാക്ക് ചെയ്യും. പിന്നെ എപ്പിത്തീലിയൽ സെൽസിനെ അറ്റാക്ക് ചെയ്യും. ഇത് അവിടെ എല്ലാം ഡ്രൈനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഈ പേഷ്യന്റിന് അതായിരുന്നു കൂടുതൽ. ഫീമെയിൽസിനാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്, ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ്. ഈ പേഷ്യന്റിന് ഉണ്ടായിരുന്ന ഡ്രൈനെസ് ഓഫ് ഐസ്, ഡ്രൈ മൗത്ത്, സ്കിന്ന് ഡ്രൈ ആണ്, വജൈനയും ഡ്രൈ ആണ്. അപ്പൊ അവർക്ക് ഈ കൊയ്ഷൻ ഒന്നും നടത്താൻ ഒക്കില്ല, അത്രയ്ക്ക് പെയിൻഫുൾ ആണ്. പിന്നെ അവർക്ക് അർട്ടിക്കേരിയൽ റാഷസ് ദേഹം മൊത്തം ഉണ്ടാകുമായിരുന്നു. ഇതായിരുന്നു അവരുടെ കണ്ടീഷൻ. പിന്നെ ഈ ഷോഗ്രൻസ് സിൻഡ്രോമിന് വേറെ ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്. കാരണം ഇറ്റ് ഇസ് ഗ്രൂപ്പ് ഓഫ് സിൻഡ്രോം ആണ്, ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ലാക്ക് ഓഫ് സലൈവ ഉണ്ടാവും, സലൈവ ഇല്ലാതാവും. പിന്നെ സ്മോൾ ബ്ലഡ് വെസലിനെ ബാധിച്ചു കഴിഞ്ഞാൽ വാസ്കുലൈറ്റസ് ആയിട്ട് മാറും. ജോയിന്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ ജോയിന്റ് പെയിനും മസ്കുലാർ പെയിനും ഉണ്ടാകും. ലങ്ങിനെ ബാധിച്ചു കഴിഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടെ വരും. പിന്നെ സൈനസൈറ്റിസ് ആയിട്ട് മാറും. പിന്നെ ഇറിറ്റബിൾ ഡ്രൈ കഫ് മാറും. പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്തും ലങ് ഫൈബ്രോസിസ് ആയിട്ടാണ് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡ്രൈ ആയിട്ട് ഫൈബ്രോസിസ് ആയിട്ട് കട്ടായിട്ട് അട്രഫി ആയിട്ട് മാറും. പിന്നെ ന്യൂറോളജിക്കൽ ഡിസീസസ് പറഞ്ഞാൽ ഫ്രീക്വന്റ് ഹെഡേക്ക് ആയിട്ട് വരുന്നത് മൾട്ടിപ്പിൾ നേരത്തെ സാറ് പറഞ്ഞ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഡിസീസ്. ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, ത്രോംബസ് ഉണ്ടാകും, അരിത്മിയ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ GI ട്രാക്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ നോസിയ ആൻഡ് അബ്ഡോമൻ പെയിൻ ഇടയ്ക്ക് വരും. കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ അസിഡോസിസ് ഉണ്ടാകും, UTI എപ്പോഴും ഉണ്ടാകും. പിന്നെ അവസാനത്തെ ഡിപ്രഷൻ. ഈ പേഷ്യന്റ് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷൻ വിത്ത് ഫറ്റീഗ് ആൻഡ് ഫൈബ്രോമയോളജി ആയിട്ടാണ് ഈ പേഷ്യന്റ് വന്നത്. ഭയങ്കര ഡിപ്രസീവ് മോഡിലാണ് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ച് എന്താണ് പ്രശ്നം. അപ്പൊ അവര് അവരുടെ റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് ഇപ്പൊ ഈ ഇടയ്ക്കാണ് കണ്ടുപിടിച്ചത് ഇവർക്ക് ഇങ്ങനെ ഷോഗ്രൻസ് സിൻഡ്രോം ആണെന്ന് കണ്ടുപിടിച്ചത് ഈ ഇടയ്ക്കാണ്. ഇവിടെ വന്നതിന് ശേഷം ഇവര് ജനിച്ചതും വളർന്നതും എല്ലാം ദുബായിലാണ്. അവര് ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി, പക്ഷെ അവർ ഓർത്തഡോക്സ് അല്ല. പുള്ളിക്കാരി പക്ഷെ വെസ്റ്റേൺ സ്റ്റൈലാണ്, അവരുടെ കുടുംബവും വെസ്റ്റേൺ സ്റ്റൈലാണ്. അങ്ങനെ ഇതൊന്നും ഇടാറില്ല, തലയിൽ അതൊന്നും ഇടാറില്ല. അത് കണ്ടാൽ നമ്മൾ എനിക്ക് നല്ല ബെൽറ്റ് ഇടും. മലയാളം വളരെ കുറച്ചേ അറിയാവൂ, ഇംഗ്ലീഷാണ് കൂടുതൽ സംസാരിക്കുന്നത്. സംസാരിക്കുന്നതാണെങ്കിൽ എൻ്റെ അമ്മ വന്നിട്ട് ഭയങ്കര സ്പീഡാണ്. എനിക്കൊന്നും മനസ്സിലായില്ല ഈ കൊച്ചു പറയുന്ന ഒന്നും. ആദ്യം ഭയങ്കര വരുന്ന സ്പീഡിൽ ഇങ്ങോട്ട് കയറി വരും. ഒരു ബിസിയാണ്, എപ്പോഴും ബിസി ആയിട്ടാണ് കയറി വന്നു. കയറി വന്നിട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. ഞാൻ ഇത് എന്തോ ഈ കൊച്ചു പറയുന്ന എനിക്കൊന്ന്, ഞാൻ പറഞ്ഞ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പറഞ്ഞാൽ എനിക്കൊന്ന് മനസ്സിലാവും. ഇത് ഇത്രയും സ്പീഡ് എനിക്കാണെങ്കിൽ ഭയങ്കര സ്പീഡെന്നാണ് എല്ലാരും പറയുന്നത്. എല്ലാ മോള് സ്പീഡാൻ പറയും, ഭയങ്കര സ്പീഡാണെന്ന് പറയും. അതിനേക്കാളും സ്പീഡാണ് ഈ കൊച്ചിന്റെ സ്പീഡ്. അപ്പൊ ഞാൻ അത് കുറച്ച് സ്പീഡ് കുറച്ച് പറയാൻ പറഞ്ഞു. അപ്പൊ ഈ കൊച്ചു ഇതൊക്കെ പറഞ്ഞു, അർട്ടിക്കേരിയൽ റാഷും ഡ്രൈനെസ് ഒക്കെ ഈ പാർട്ടും എല്ലാം ഡ്രൈ ആണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്. ആദ്യം 19ാമത്തെ വയസ്സിൽ ഈ കൊച്ചിന് ഹൈപ്പോതൈറോയിഡിസം വന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ശ്രദ്ധിച്ചില്ല, എന്നെ മനസ്സിലായില്ലായിരുന്നു. അപ്പൊ അലോപ്പതിക് ഡ്രഗ്സ് കുറെ ഓയിൻമെന്റും ഇതെല്ലാം ഇങ്ങനെ ഇട്ട് അങ്ങനെ വന്നാണ് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു 19 വയസ്സിന്
ഹൈപ്പോതൈറോയിഡിസം വരണമെങ്കിൽ മെറ്റബോളിക് റേറ്റ് നിങ്ങളുടെ കുറയണമെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യമായ മാനസികമായിട്ടുള്ള ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് തുറന്നു പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒന്ന്, പ്രത്യേകിച്ചും ഇത് ഓട്ടോഇമ്യൂൺ ഡിസീസ് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. നിങ്ങളുടെ മനസ്സിലുള്ളത്, നിങ്ങൾക്ക് മനസ്സിലൊരു വലിയ ആഘാതം ഉണ്ടായി, ആ ആഘാതം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ക്യൂർ ചെയ്യാൻ നോക്കുള്ളൂ, അല്ലാതെ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് തുറന്നു പറയാം. പറഞ്ഞ ഒറ്റയ്ക്ക് കൈയിരുത്തിയാണ് ചോദിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞ് ഡോക്ടറെ അത് ഇതൊന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ, ഞാൻ പറഞ്ഞ ആരുടെ ഡിസ്ക്ലോസ് ഒന്നും ചെയ്യത്തില്ല. പക്ഷെ അവരുടെ അടുത്ത് പ്രോമിസ് ചെയ്താണ്, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നു, അത് വേറെ കാര്യം. പക്ഷെ ഈ കേസ് ഒരു നല്ലൊരു കേസായതാണ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. 18 ഇയേഴ്സില് ഈ കൊച്ച് 16 വയസ്സ് വരെ, 10ാം ക്ലാസ് വരെ അപ്പയാണ് പഠിച്ചത്. ദുബായിലെ ഏതോ നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞപ്പോ അതിന്റെ അമ്മയ്ക്ക് എന്തോ അസുഖം വന്ന ആ സമയത്ത്, അങ്ങനെ അതിനെ ഇവിടെ കൊണ്ടുവന്ന് +1 and +2 ചേർത്ത്. അപ്പൊ ഇവിടെ ഉമ്മമ്മയുടെ അടുത്താണ് നിന്നത്. അപ്പൊ അവിടെ വേറെ അവരുടെ റിലേറ്റീവ്സ് കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി പറഞ്ഞത് ഈ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അവരെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ഈ കുട്ടിയെ ഫിസിക്കലി ഹരാസ് ചെയ്തെന്നാ പറഞ്ഞത്, ഭയങ്കരമായിട്ട്. എന്നിട്ട് അയാൾ ത്രട്ടൻ ചെയ്യാൻ തുടങ്ങി, ഇത് ആരടുത്തും മിണ്ടാൻ പാടില്ല, നിന്നെ കൊന്നുകളയുന്ന, അല്ല അത് അയാൾ ആത്മഹത്യ ചെയ്യുന്ന എന്തൊക്കെ പറഞ്ഞു. അത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഷോക്കായി പോയി. പുള്ളിക്കാരിക്ക് ആകെപ്പാടെ ഒരു ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരു പ്രതിമ കണക്കെ ഇരിക്കേണ്ടി വന്നെന്നാ പറയുന്നത്. 18 വയസ്സ് വരെയും സഹിച്ചിരുന്നു. 18 വയസ്സ് കഴിഞ്ഞപ്പോ അത് എന്റെ അമ്മയടുത്ത് പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല, അത് ഡിപ്രഷനിലോട്ട് പോയപ്പോഴാണ് വീട്ടുകാരറിയുന്നത് ഈ കുട്ടിക്ക് എന്തോ ഒരു മാനസിക പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവര് വീണ്ടും ദുബായിക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഈ കുട്ടി പറഞ്ഞു, അമ്മയടുത്ത് പറഞ്ഞ്, അമ്മയുടെ സഹോദരനോ ആരാണെന്ന് എനിക്ക് തോന്നുന്നു, എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല, എന്തോ ഒരു ക്ലോസ് റിലേറ്റീവ് ആണ്, എന്നിങ്ങനെ ഫിസിക്കലി ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞു കുറച്ചു നാള്. അപ്പൊ അമ്മ പറഞ്ഞു അത് അങ്ങനെയൊന്നും ഇല്ല, അത് അവൻ സഹോദരൻ ദേഹത്ത് പിടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യും, അതൊക്കെ സ്വാഭാവികമാണ്. ഇത് കേട്ടപ്പോ ഈ കൊച്ചി തന്നെ ഈ അമ്മ എന്റെ അമ്മയാണോ എന്നുള്ളൊരു തോന്നൽ വന്നു. ഒരമ്മ ഇങ്ങനെ എങ്ങനെ പറയാൻ സാധിച്ചു എന്ന്. അന്ന് തൊട്ടാണ് ഈ കൊച്ചിന് ഹൈപ്പോതൈറോയിഡിസം വന്നത്. അതോടൊപ്പം തന്നെ ഈ ഷോഗ്രൻസ് സിൻഡ്രോം അന്നോട്ടേ ഉണ്ടെന്നാണ് അത് പറയുന്നത്. അത് കഴിഞ്ഞ് അത് അവിടെ പഠിച്ച് ജോലി ആയെന്ന് തോന്നുന്നു. ജോലിയായി 21ാമത്തെ വയസ്സിൽ അതിന്റെ ഫസ്റ്റ് മാരേജ് നടന്നു. പക്ഷെ ആ വന്ന് കല്യാണം കഴിച്ച ചെറുക്കനാ ഭയങ്കര ഡ്രഗ് അഡിക്റ്റും ആൽക്കഹോളും. എന്നിട്ട് ബെഡ്റൂമിൽ ഇതിനെ ഹരാസ് ചെയ്യാൻ ഇനി ഒന്നുമില്ല. ഒരാഴ്ച അത് നിന്നുള്ളു, അതിനെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അത് ഇത് സ്വന്തം വീട്ടിൽ ഇങ്ങ് പോകുന്നു, എനിക്ക് ഇനി ഒരിക്കലും അയാളോട് കഴിയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ മൊഴി ചൊല്ലി അങ്ങനെ ഇത് കഴിഞ്ഞ് ഇങ്ങ് പോന്നു. ഇവിടെ വന്ന് അമ്മയായിട്ട് ഇങ്ങ് പോന്നു. വേറെ വീട്ടിലാണ് താമസിച്ചത്. മറ്റേ അയാളെ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്, കാണാൻ ശ്രമിച്ചിട്ടില്ല, അത് അത്രയും അയാളെ വീട്ടിനകത്തും കയറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. നേരത്തെ ഹരാസ് ചെയ്ത മനുഷ്യനെ. എന്നിട്ട് പിന്നെ അതിന് അപ്പോഴും ഡിപ്രഷൻ ആയിപ്പോയി. പിന്നെ അവര് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് ഇവിടെ കൊണ്ടുവന്ന് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ അതിനെ വീണ്ടും ഗൾഫിൽ കൊണ്ടുപോയി. 7 വർഷം അവിടെ പഠിച്ച് ജോലി കിട്ടി. ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സെയിം ഇത് തന്നെ ആ പയ്യന്റെ അടുത്ത് ആ പയ്യൻ ഭയങ്കര ഒരു സ്നേഹം കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ആരെയും വിശ്വാസം ഇല്ലായിരുന്നു, അത്രയ്ക്ക് പുള്ളിക്കാരി അനുഭവിച്ച്. അപ്പൊ പുള്ളിക്കാരൻ പിന്നെ കാര്യമൊക്കെ ചോദിച്ച് ഒരു കുറച്ച് ബ്രോഡ് മൈൻഡഡ് മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹം കാര്യമൊക്കെ ചോദിച്ചപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാ കാര്യവും ആ കുട്ടി തുറന്നു പറഞ്ഞു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രോച്ച്, അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതൊക്കെ കളയും, പഴയ പാസ്റ്റ് ഈസ് പാസ്റ്റ്, പാസ്റ്റിനെ ഒന്നും പറ്റി നമ്മൾ ചിന്തിക്കണ്ട. ഇദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം, ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, ഇദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ സമ്മതം ഉണ്ടെങ്കിൽ നടത്താന്ന് പറഞ്ഞു. അങ്ങനെ ആ കല്യാണം 7 വർഷത്തിന് ശേഷമാണ് അടുത്ത സെക്കൻഡ് മാരേജ് നടക്കുന്നത്. സെക്കൻഡ് മാരേജ് കാണുന്ന നല്ല ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഹസ്ബൻഡാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന് ഈ കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്, വജൈനൽ ഡ്രൈനെസ് ഓഫ് വജൈനൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊന്നും ചെയ്യാനേ ഒക്കത്തില്ല.
അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ലൂബ്രിക്കൻസ് ഒക്കെ ഉപയോഗിച്ചാണ് ഇന്റർകോഴ്സ് ഒക്കെ നടത്തുന്നത്. അങ്ങനെ 3 പ്രാവശ്യം കുട്ടികളുണ്ടായി അബോർഷൻ ആയിപ്പോയി. 3 പ്രാവശ്യം അബോർഷൻ ആയിപ്പോയി. ഫസ്റ്റ് അബോർഷൻ എന്ന് പറഞ്ഞാൽ 6th വീക്ക് ഓഫ് പ്രഗ്നൻസിയിലാണ്. സെക്കൻഡ് അബോർഷൻ 8th വീക്ക് ഓഫ് പ്രഗ്നൻസി. തേർഡ് അബോർഷൻ 12th വീക്ക് ഓഫ് പ്രഗ്നൻസി. അപ്പോഴേ പുള്ളിക്കാരി വീണ്ടും ഡിപ്രസ്ഡ് ആയി. പിന്നെയും വീണ്ടും ഡിപ്രഷനിലോട്ട് പോയി. അപ്പോഴത്തേക്ക് ഈ ഷോഗറൻസ് സിൻഡ്രോം ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെയാണ് അവരിവിടെ വന്നിട്ട് ഒരു ഡോക്ടറെ കാണിക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇത് ഷോഗറൻസ് സിൻഡ്രോം ആണെന്ന് അറിയുന്നത്. അങ്ങനെ പുള്ളിക്കാരുടെ ചേച്ചിയുടെ കുട്ടികളെയൊക്കെ കാണിക്കുന്ന അശോക് കുമാർ ഡോക്ടറെയാണ്. അപ്പൊ എന്നെ ഈ പഴയ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട് നിങ്ങളുടെ വീട്ടിനടുത്തന്നല്ല, നിങ്ങൾ അവിടെ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ ആ കേസ് എടുത്തത് ഈ കുട്ടിയുടെ, എനിക്കപ്പോ അത് കിട്ടിയത് അതിനോട് തന്നെ വെറുപ്പ്. അതിന്റെ ബോഡി നശിച്ച ബോഡിയാണ്. പക്ഷെ നല്ല ഫെയർ കൊച്ചാണ്, ഭയങ്കര സുന്ദരിയാണ്. സുന്ദരി എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരി, ആരും കണ്ടാലും ഇഷ്ടപ്പെട്ടത്. അത്ര കളറും ഭയങ്കര സാഹിത്യ കുട്ടിയെ പോലെയാണ് ഇരിക്കുന്നത്, ഭയങ്കര കളറുമാണ്. അപ്പൊ ആ പുള്ളിക്കാരുടെ ബോഡിയോട് വെറുപ്പായിരുന്നു. ഈ ഇത്രയും വൃത്തികെട്ട ബോഡി ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ഈ ടോർച്ചർ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള. അത് ഞാൻ എടുത്ത റൂബ്രിക്ക് ആന്റഗോണിസം വിത്ത് സെൽഫ്. ഭയങ്കരമായിട്ട് ബോഡിയോട് വെറുപ്പായിരുന്നു. പിന്നെ കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ഐഡന്റിറ്റി ആസ് ടു ഹെർ ഓൺ ഐഡന്റിറ്റി. കാരണം അവളുടെ ഈ ഒരു ഹരാസ്മെന്റ്, ഫസ്റ്റ് ഹരാസ്മെന്റ് വന്ന അമ്മയുടെ എന്ന് പറഞ്ഞപ്പോ അമ്മ അയാളെ സപ്പോർട്ട് ചെയ്ത് അത് അവൾക്ക് ഉൾക്കൊള്ളാനേ പറ്റില്ല. എന്റെ കൺഫ്യൂഷൻ ആയിപ്പോയി, ഇത് എന്റെ അമ്മ തന്നെയാണോ എന്നുള്ള ഒരു ഇത് വന്നു. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്തത് ബിസി ഫ്രൂട്ട്ലെസ്ലി, ഒരു കാരണമില്ല, ചുമ്മാ ബിസിയാണ്. പിന്നെ ഞാൻ എടുത്തത് ഫീമെയിൽ ജെനിറ്റാലിയ അബോർഷണം. ഇത് ഇത്രയും കവർ ചെയ്യുന്നത് സെപ്പിയായിരുന്നു. ചില്ലി പേഷ്യന്റ് ആയിരുന്നു, ടേസ്റ്റ്ലെസ്സും ആയിരുന്നു, ഒരു ഇൻഡിഫറന്റ് ആണ്, എല്ലാത്തിനോടും ഒരു ഇൻഡിഫറന്റ് ആണ്. ഞാൻ സെപ്പിയ 200 2 ഡോസ് കൊടുത്ത്, അപ്പോഴേ 2 തുള്ളി കുടിക്കാൻ കൊടുത്തു. പിന്നെ പിറ്റേന്ന് രാവിലെയും കൊടുത്തു. പിന്നെ സക്കാരം ഞാൻ വെറുതെ PL കൊടുത്ത്, അരയൗൺസ് PL കൊടുത്ത്, PT അരയൗൺസ് കൊടുത്ത്, ഓരോന്ന് വീതം 2 നേരവും, മറ്റേ 4 വീതം 2 നേരം കഴിക്കാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞ് ഞാൻ ഗൾഫിലോട്ട് പോകുന്ന, എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട്, പക്ഷെ ഭയങ്കര തുമ്മലുണ്ടെന്ന് പറഞ്ഞു. അത് നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞു, അത് അന്ന് പറയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് തുമ്മലുണ്ട്, ജലദോഷമൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതിനെ ഡോക്ടർ എന്തെങ്കിലും മരുന്നോട് തന്നേക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ BL കൊടുത്തു വിട്ട്. ഞങ്ങൾക്ക് അക്യൂട്ട് കംപ്ലൈന്റ് വരുമ്പോ BL അത് 4 വീതം ഓരോ മണിക്കൂറോ അരമണിക്കൂറോ ഇടവിട്ട് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കൊടുത്ത്, അപ്പൊ ഞാൻ ഇത് PL 1 ഔൺസും കൊടുത്ത്, BT 1 ഔൺസും കൊടുത്ത്, പിന്നെ സെപ്പിയ 200 4 ഡോസും കൊടുത്ത് എല്ലാ മാസവും രാവിലെ കഴിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരി അവിടെ ചെന്നിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ച് ജൂലൈയിൽ ഇത് വരുന്നത്. പുള്ളിക്കാരി എന്നെ കാണാൻ വരുന്നത് ഏപ്രിലാണ്, 24-ാം തീയതി ഏപ്രിലാണ്, 23-നാണ് വരുന്നത്. പിന്നെ പുള്ളിക്കാരി ഗൾഫിലോട്ട് വരുന്നത് 25/5/23-നാണ് ഗൾഫിലോട്ട് വരുന്നത്. അപ്പോഴാണ് മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയത്. എന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ആദ്യത്തെ എന്തായാലും ഈ ഷോഗ്രൻസ് സിൻഡ്രോം ഉള്ളതുകൊണ്ട് 1 മാസത്തേക്ക് നിങ്ങൾ പ്രഗ്നന്റ് ആകരുതെന്ന് പറഞ്ഞായിരുന്നു. കാരണം ഈ സിൻഡ്രോമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പല സിസ്റ്റത്തെയും ബാധിക്കുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ 1 മാസം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ സെക്കൻഡ് മന്ത് ജൂലൈയിൽ എന്നെ വിളിച്ച് പറഞ്ഞു, ജൂലൈ 7-ന് എന്നെ വിളിച്ച് പറയുന്നു 23 പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ആരടുത്തും പറഞ്ഞിട്ടില്ല. ഈ എല്ലാ 3 പ്രാവശ്യവും അബോർഷൻ ആയതുകൊണ്ട് ഇതും അബോർഷൻ ആകുമെന്നുള്ള ഒരു പേടിയുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ എന്തൊക്കെ ആന്റിബയോട്ടിക്കോ എന്തൊക്കെ മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിച്ചോളാൻ പറഞ്ഞു, പ്രശ്നമൊന്നും ഇല്ലാത്ത പറഞ്ഞു. എന്തായാലും സെപ്പിയ 4 ഡോസും കഴിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പൊ ഡിസംബറിൽ എന്നെ വോയിസ് മെസ്സേജ് അയച്ച്, ഡോക്ടർ ഇതുവരെ എനിക്ക് ഇൻഷാ അല്ലാഹ് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഇരിക്കുകയാണ്. മിക്കവാറും ഈ ഫെബ്രുവരിയിൽ അവസാനം ഡെലിവറി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുവരെ കുഞ്ഞിന് ഒരു പ്രശ്നവും ഇല്ല, അനക്കവും എല്ലാം ഉണ്ട്. ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ ഡോക്ടർ ചെയ്ത പുണ്യം ഞാൻ ഇന്ന് ഓർക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പുള്ളിക്കാരി ഒരുപാട് പേഷ്യന്റിനെ എനിക്ക് വിടുകയും ചെയ്ത്. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു കേസ് നമ്മുടെ ഹോമിയോപ്പതി കൊണ്ട് ക്ലിയർ ചെയ്യാൻ
രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് തോന്നുന്നത്. പിന്നെ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു 38 വയസ്സുള്ള ഫീമെയിൽ ആണ്. അവർക്ക് ബ്ലീഡിങ് പൈൽസ് ആയിട്ടാണ് വന്നത്, വിത്ത് കോൺസ്റ്റിപ്പേഷൻ. അപ്പൊ ഞാൻ ചോദിച്ചേനെ, പൈൽസ് വരണമെങ്കിൽ അതിനെല്ലാം ഈ GNM പഠിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. GNM-ല് ANS കൂടെ എന്ത് നടക്കുന്നതും ഈ ഷിറ്റ് ആണ് ഏറ്റവും വൃത്തികെട്ട വേസ്റ്റ് പോകുന്ന, ഏറ്റവും ഒഫൻസീവ് ആയിട്ടുള്ള വേസ്റ്റ് പോകുന്നത് ANS കൂടെയാണ് പോകുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം പൈൽസ് വരണമെങ്കിൽ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം, ഇറ്റ് ഇസ് എ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം, ഇറ്റ് സൈക്കോട്ടിക് ആണ്. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈക്കോസിബിലിറ്റി കണ്ടീഷൻ ആണ്, കാരണം ബ്ലീഡിംഗ് കൂടെ വന്ന. അപ്പൊ ആ സൈക്കോസിബിലിറ്റിക്ക് വന്ന ആദ്യം പൈൽസ് വന്നിട്ട് പിന്നെ ബ്ലീഡിങ് വന്നതാണ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ. അപ്പൊ സൈക്കോസിസ് ആ കൂടുതലായിട്ട് നിൽക്കുന്നത്, പക്ഷെ ബ്ലീഡിംഗ് ഉണ്ട്. ബ്ലീഡിംഗ് ആകുമ്പോൾ സിബിലിറ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പൈൽസ് ഈ വന്നെന്ന് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളെ മനസ്സിനെ അലട്ടുന്ന ഏറ്റവും വൃത്തികെട്ടതാണ് എന്നുള്ള തോന്നൽ വരാനുള്ള കാരണം എന്താണ്? അതേസമയം സ്നേഹത്തിന് ഇടിച്ചിലുണ്ട്. കാരണം ബ്ലീഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ന്യൂട്രീഷൻ ആണ് പോകുന്നത്. വേസ്റ്റ് ബ്ലഡ് ആണെങ്കിൽ, വീനസ് ബ്ലഡ് ആണെങ്കിൽ പോലും അതിനെ കൊണ്ടുപോയി ചിത്രീകരിക്കേണ്ടതാണ്. പക്ഷെ അത് ചിത്രീകരിക്കാതെ പുള്ളിക്കാർ വെളിയിൽ കളയാണ്. എന്തിനാണ് നിങ്ങൾ അത് വെളിയിൽ കളയുന്നത്? എന്താണ് നിങ്ങളെ മനസ്സിനെ ഭയങ്കരമായിട്ട് അലട്ടുന്ന പ്രശ്നമുണ്ടല്ലോ. അപ്പൊ പറഞ്ഞ ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നമാണ്. ഹസ്ബൻഡ് ഭയങ്കര വെള്ളമടിയാണ്. വെള്ളം അടിച്ചിട്ട് വന്ന പുള്ളിക്കാരിയെ ഒരുപാട് ഉപദ്രവിക്കും, ഫിസിക്കലി ഹരാസ് ചെയ്യും ഒത്തിരി. അത് പുള്ളിക്കാരിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ പൊസിഷനൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകുന്നു, ഭയങ്കര വിഷമം ഉണ്ടാകുന്നു. അത് ഇയാളുടെ ഈ ഒരു പ്രവൃത്തി പുള്ളിക്കാരിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ പുള്ളിക്കാർ ഭയങ്കര പേടി, ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് ഈ ബ്ലീഡിങ് വന്നതാണല്ലോ, അയ്യോ എനിക്ക് വല്ല മാറാ രോഗം ആയോ, ഇത് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള മൈൻഡാണ് പുള്ളിക്കാരിക്ക്. അപ്പൊ പുള്ളിക്കാരിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് എന്തോ മാറാ രോഗം വന്ന ഡോക്ടറെ, എനിക്ക് ക്യാൻസർ ആണോ, എനിക്ക് അറിഞ്ഞൂടാ, അയാളെ എന്നെ ഒരുപാട് നശിപ്പിച്ച്, എനിക്ക് ഇനി എന്ത് ചെയ്യും ഡോക്ടറെ, എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്താൻ എന്നൊക്കെ ചോദിച്ച് ഞാൻ എടുത്തത് റെക്ടം ഹെമറേജ് ഫ്രം ANS, mind delusion, disease incurable, she has an incurable disease. ഇതാണ് ആ പുള്ളിക്കാരുടെ പേടി. എനിക്ക് എന്തോ ഒരു മാരക രോഗമാണ് എന്നുള്ളൊരു പേടി. ഈ 2 രൂപയ്ക്കേ അടുത്തുള്ളു. അപ്പോഴും വന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെഡിസിൻ അലൂമിനയാണ്, സെക്കൻഡ് മെഡിസിൻ ഫോസ്ഫറസും ആണ്. ഈ പുള്ളിക്കാർ ഭയങ്കര പേടിച്ചോടിയാണ്, ഭയങ്കര സ്ലോ ആണ്, ചില്ലി പേഷ്യന്റ് ആണ്, ടേസ്റ്റും പ്രസന്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നിയത് അലൂമിനിയം കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, നല്ല കോൺസ്റ്റിപ്പേഷൻ. ഫോസ്ഫറസിന് അത്രയും കോൺസ്റ്റിപ്പേഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്താ അലൂമിനിയം ഫോസ് ആണ് കൊടുത്തത്, 200 ഒറ്റ ഡോസ് കൊടുത്ത്. പിന്നെ PL-ഉം BT-യും കൊടുത്തു. ആ 1 മാസം കഴിഞ്ഞിട്ട് പുള്ളിക്കാർ 18/5 വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ കംപ്ലീറ്റ് എന്റെ ബ്ലീഡിങ് എല്ലാം മാറി, പൈൽസ് ഉണ്ടോന്ന് പോലും എനിക്ക് അറിയാൻ വയ്യ, എന്റെ കോൺസ്റ്റിപ്പേഷനും എല്ലാം മാറി. ഐ ആം വെരി ഹാപ്പി ഡോക്ടറെ. അപ്പൊ ഇനി ഞാൻ മെഡിസിൻ കഴിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾക്ക് അസുഖം മാറിയെങ്കിൽ പിന്നെ എന്തിനാ മരുന്നായിരിക്കുന്നത്, നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി പോയി. അതും നല്ലൊരു കേസായിരുന്നു. പിന്നെ ഉള്ളൊരു കേസ് എന്ന് പറയുന്നത്, എനിക്ക് ഇതുപോലെ ഒരു കേസ് വേറൊന്നും വന്നിട്ടുണ്ട്. ഒരാളായിരുന്നു, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു തൊണ്ടയിൽ എപ്പോഴും അൾസേഴ്സ് പോലെ ഉണ്ടാകുന്നെന്നാണ് പറഞ്ഞത്, തൊണ്ടയിലും വായുഭാഗത്തും. അപ്പൊ പുള്ളിക്കാരന്റെ പേടി വല്ല ക്യാൻസർ ആണോ ഡോക്ടറെ, ക്യാൻസർ ആണോ, അയ്യോ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഡോക്ടറെ, എനിക്ക് ക്യാൻസർ വല്ലതും ആണോ, എന്തെങ്കിലും ചെയ്യാനൊക്കോ, എന്തെങ്കിലും ചെയ്യാനോ. അപ്പൊ ഞാൻ ആ റൂബ്രിക് എടുത്ത് ഡെലൂഷൻ ഡിസീസ്, ത്രോട്ട് ഡിസീസ് വിച്ച് എൻഡ്സ് ഇൻ ഫേറ്റൽ, ഒറ്റ മെഡിസിനേ ഉള്ളു, സബടില്ല 200 ഒറ്റ ഡോസ് കൊടുത്ത് അയാളുടെ പിന്നെ അസുഖം വരണമെന്ന് വന്നിട്ടേ ഇല്ല. അത് ഒരു നല്ലൊരു മെഡിസിനാണ്, ഒറ്റ മെഡിസിനാണ് ഈ റെപ്പർട്ടറിയില് കേട്ടോ. ത്രോട്ട് ഡിസീസ് ഇതുപോലെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വായ്പുണ്ണ് വരികയാണ്, ക്യാൻസർ ആണ്, അയ്യോ ഡോക്ടറെ എനിക്ക് ക്യാൻസർ ആണെന്ന് നിലവിളിക്കുകയാണെങ്കിൽ സബടില്ല കൊടുത്താൽ വേറെ ഒന്നും കൊടുക്കണ്ട. അങ്ങനെ ഒരു കേസുണ്ട്. പിന്നെ ഒരു റിട്ടയർഡ് ടീച്ചർ, 68 വയസ്സുള്ള ടീച്ചറാണ്. ടീച്ചറിന്റെ കോൺസ് ആണ് സോള ഫുഡില്, സോള ഫുഡ് അത് ഹീലിലും ഒക്കെ ഉണ്ട്. ആദ്യം വന്നത് റൈറ്റ് സോള ഫുഡിലാണ് വന്നത്, പിന്നെ ഇപ്പൊ ലെഫ്റ്റ് സോള ഫുഡിലും ഉണ്ട്. പുള്ളിക്കാരുടെ പേഴ്സണൽ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ ഹിസ്റ്റക്ടമി നടത്തിയിട്ടുണ്ട്. ചെയ്യാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോ ബ്ലീഡിങ് കൊണ്ടാണോ ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ ഹിസ്റ്ററി ഓഫ് ഹൈപ്പോതൈറോയിഡ്സും ഉണ്ട്, പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്,
ഇത്രയും കണ്ടീഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടാണ് ഇപ്പൊ ഈ കോൺസിലോട്ട് വന്നത്. ദാറ്റ് ഈസ് എ സൈക്കോട്ടിക് ഡിസീസിലോട്ടാണ് വന്നേക്കുന്നത്. നേരത്തെ ബ്ലീഡിങ് വന്ന് സിബിലിറ്റിക്ക് പോയി, പിന്നെ ഹൈപ്പോതൈറോയിഡിസം സൈക്കോട്ടിക് ആയിരുന്നു, ഹൈപ്പർ ടെൻഷനും സൈക്കോട്ടിക് ആണ്, ഇപ്പൊ വേറൊരു സൈക്കോട്ടിക് ആണ് കോൺസ് വന്നേക്കുന്നത്. പക്ഷെ നമ്മൾ സിബിലിറ്റിക്ക് മനസ്സിൽ വെച്ചേക്കണം. എന്നിട്ട് ഞാൻ ഈ പുള്ളിക്കാരുടെ ഫാമിലി ഹിസ്റ്ററി ചോദിച്ചപ്പോ എൽഡർ സിസ്റ്റർ മരിച്ചത് കാർഡിയാക് അറസ്റ്റോട്ടാണ് മരിച്ചത്. ബ്രദറിന് സ്ട്രോക്ക് വന്നിട്ട് ഇപ്പൊ കംപ്ലീറ്റ് കിടപ്പിലാണ്. അപ്പൊ ഈ ടീച്ചർ ഇപ്പൊ ഒറ്റയ്ക്കേ ഉണ്ട്. ടീച്ചർക്ക് 3 മക്കളാണ്. ഭർത്താവ് മരിച്ചുപോയി ഒത്തിരി മുമ്പേ, കുട്ടികൾ കൊച്ചായിരുന്നപ്പോഴേ മരിച്ചുപോയി. അപ്പൊ ഈ ടീച്ചർക്ക് 3 മക്കള്. മൂത്ത പെൺകുട്ടി ഗൾഫിലാണ്, അവരെ ഫാമിലി ആയിട്ട് ഗൾഫിലാണ്. പിന്നെ ഇളയത് 2 ആൺപിള്ളേരാണ്, അവരും ഗൾഫിൽ തന്നെ, അവരും ഫാമിലി ആയിട്ട് ഗൾഫിലാണ്. ഈ അസുഖം വരാൻ, കോൺസ് വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് വരാൻ കാരണം? അത് എന്റെ മൂത്ത മകൻ, മൂത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മകന്റെ ഫാമിലി ലൈഫ്, ആ വൈഫ് ഒരു ഭയങ്കര സ്ത്രീയാ. 2 കുട്ടികളുണ്ട്. ആരെയും വകവയ്ക്കാതെ പുള്ളിക്കാരി തന്നെ ഇഷ്ടത്തിന് നടക്കുന്നു. അത് അവനെ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അവനെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. അത് കണ്ടിട്ട് എനിക്ക് താങ്ങാനേ ഒക്കുന്നില്ല ഡോക്ടറെ. ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര പ്രയാസമുണ്ട്. പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് അവര് ഹെൽപ്ലെസ് ആണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ കൊടുത്തത് ആദ്യം മാക്സൾഫാണ് 200 ഡോസ് കൊടുത്ത്. പിന്നെ റൂട്ടാ30 ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞ കാല് തറയിൽ കുത്താക്കൂല. ഇരുന്നിട്ടോ കിടന്നിട്ടോ പിന്നെ എഴുന്നേക്കണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എഴുന്നേറ്റിരുന്ന് കാല് പതുക്കെ റൈറ്റ് കാല് പതുക്കെ കുത്തി, ലെഫ്റ്റ് കാല് ആദ്യം കുത്തും, പിന്നെ പതുക്കെ റൈറ്റ് കാല് കുത്തിയിട്ട് പിന്നെ അതിന്റെ ചെരുപ്പൊക്കെ ഉണ്ട്, അതിന്റെ ചെരുപ്പൊക്കെ ഇട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അത്രയ്ക്ക് പെയിൻ സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ റൂട്ട കൊടുക്കാൻ കാരണം. അത്രയ്ക്ക് പെയിൻ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പിറ്റേന്ന് അടുത്ത മാസം വന്നു, വലിയ വ്യത്യാസമൊന്നുമില്ല, പെയിൻ അതുപോലെ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞു, കുറവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും റീകേസ് ടേക്ക് ചെയ്തപ്പോഴും അവര് പറഞ്ഞു എനിക്ക് ഈ വിഷമങ്ങളൊന്നും താങ്ങാക്കൂല ഡോക്ടറെ. കാരണം ആരെങ്കിലും കരയുന്ന കണ്ടാലും എനിക്ക് താങ്ങാനൊക്കില്ല. ഈ ടിവിയില് എന്തെങ്കിലും കൊലപാതകമോ എന്തെങ്കിലും ആരെങ്കിലും ആക്രമിക്കുന്ന കണ്ടാൽ അത് ഞാൻ അപ്പഴേ TV ഓഫ് ചെയ്യും. പേപ്പറിൽ ഇങ്ങനെ എന്തെങ്കിലും കൊലപാതകം വാർത്ത കണ്ടവര് ഞാൻ പേപ്പർ പിന്നെ അന്ന് വായിക്കില്ല. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അത് ഞാൻ എടുത്തത് സോറോസിബിലിറ്റിക്ക് ഒരു ഡിസീസ് കണ്ടീഷനാണ്. ഹൊറിബിൾ തിങ്സ്, സാഡ് സ്റ്റോറീസ് അഫക്ട് ഹർ പ്രൊഫൗണ്ട്ലി എടുത്തായിരുന്നു. പിന്നെ എന്താണ്, പുള്ളിക്കാരി ഇപ്പൊ ഒറ്റയ്ക്കായി പോയി. ഈ മക്കളെല്ലാം അവിടെയാണ് ഗൾഫില്. അപ്പൊ അത് വെച്ചിട്ട് പുള്ളിക്കാരി ഒറ്റയ്ക്കായിട്ട് ഒരു സർവന്റ് ഉണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്കാരിക്ക് എപ്പോഴും ഈ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. അപ്പൊ ഈ സർവന്റ് ആണെങ്കിൽ പോലെ അവരെ കൂടെ അടുത്ത് കിടത്തും, അത്രയ്ക്ക് അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ അത് ഞാൻ ഫിയർ ഓഫ് സോളിറ്റ്യൂഡ് എടുത്ത എല്ലാം ഞാൻ സോറോ സിബിലിറ്റിക്ക് ആയിട്ട് എടുത്തത് ഇത് മാത്രമേ എടുത്തുള്ളൂ. കാരണം അവർക്ക് നേരത്തെ ബ്ലീഡിങ് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അത് വെച്ചിട്ട് ഹൊറിബിൾ തിങ്സ്, സാഡ് സ്റ്റോറീസ് അഫക്ട് ഹർ പ്രൊഫൗണ്ട്ലി. പിന്നെ എക്സ്ട്രിമിറ്റീസ്, കോൺസ്, പെയിൻഫുൾ എടുത്തു. പിന്നെ ഫിയർ ഓഫ് സോളിറ്റ്യൂഡ് സൈക്കോട്ടിക് സിംപ്റ്റം ആണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൂടി എടുത്തപ്പോ 3ഉം കവർ ചെയ്യുന്ന ലൈക്കോപ്പൊടിയാണ് വന്നത്. ഞാൻ എന്തായത് ലൈക്കോപ്പൊടി, അവർക്ക് റൈറ്റ് ലെഫ്റ്റ് ആണല്ലോ വരുന്നത്, അത് വെച്ചിട്ട് ലൈക്കോപ്പൊടിയും ഹോട്ട് പേഷ്യന്റ് തേഴ്സ്ലെസ്സും ആണ്. അപ്പൊ ലൈക്കോപ്പൊടിയും 200. പിന്നെ അവർക്ക് ചൂടാഹാരം കഴിക്കാനാണ് താല്പര്യം. ഞാൻ ഇതിനെ കൺഫേം ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്ത് ബാക്കി ചോദിച്ചപ്പോഴെല്ലാം ലൈക്കോയുടെ സിംറ്റമാണ് പറയുന്നത്. ചൂടാഹാരം കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ലൈക്കോ 200 ഒരു ഡോസ് കൊടുത്ത്. പിന്നെ BT മാത്രമേ കൊടുത്തുള്ളൂ, BTയും PLും കൊടുത്തുവിട്ട് അടുത്ത പ്രാവശ്യം വന്നപ്പോ പറഞ്ഞ് ഡോക്ടർ പെയിൻ എല്ലാം മാറി, വേദനയെല്ലാം മാറി, പക്ഷെ കോൺസ് ചുരുങ്ങി വരുന്നുണ്ട്, മൊത്തം മാറിയിട്ടില്ല, ചെറുതായിട്ട് പ്രൊജക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് കളയട്ടെ. ഞാൻ പറഞ്ഞു അതങ്ങനെ ഡെഡ് ടിഷ്യൂ ആണെങ്കിൽ കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞു. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഒരു പ്രാവശ്യം കൂടി വന്നോണ്ട് അപ്പോഴും എനിക്ക് നമ്മുടെ മെറ്റീരിയലിസ്റ്റ് മൈൻഡ് പതുക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഡൈനാമിക് ആയിട്ടേ ഇല്ല ഇപ്പോഴും മൈൻഡ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അവർക്ക് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈക്കോപ്പൊടി 200 ഡോസ് കൂടെ കൊടുത്ത് PLും BTയും കൊടുത്തു. പിന്നെ അവര് വന്നിട്ടേ ഇല്ല, അസുഖം കംപ്ലീറ്റ് മാറിയെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ വരും, എനിക്കറിയാം. അത് നല്ലൊരു കേസായിരുന്നു. പിന്നെ ഒരു കേസ് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, സ്കൂളിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അതിന്റെ കൈ മൊത്തം വാട്സാണ്. ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് പാം ഓഫ് ഹാൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് റൈറ്റ് പാം ഓഫ് ഹാൻഡിലോട്ട് അങ്ങ് വാട്സായി.
ഞാൻ കോളിഫ്ലവർ ലൈക്ക് വാട്സ് ആണ്, ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ഇതുവരെ ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ എന്തായാലും കണ്ണടച്ച് സൂചിയും കൊടുത്തു, 200 ഡോസും കൊടുത്ത് PL കൊടുത്തു വിട്ടു. ഇത് 14/9/22 കൊടുക്കുന്ന. 8/10/22 വന്നപ്പോ ഒരു കുറവുമില്ല, ഒരെണ്ണം പോലും പൊഴിഞ്ഞു പോയിട്ടില്ല. പക്ഷെ ഈ കൊച്ചിനെ കൊണ്ട് അലോപ്പതി കൊണ്ടുപോയി കരിച്ചൊക്കെ കളഞ്ഞായിരുന്നു. കഴിച്ചു കൊടുത്തപ്പോ അതിന്റെ ഇരട്ടിയായിട്ടാണ് വന്നത്. അങ്ങനെയാണ് ഹോമിയോയിൽ കൊണ്ടുവന്നത്. അത് കുറവില്ല ഡോക്ടറെ, ഒരു കുറവുമില്ലല്ലോ, എന്റെ കൊച്ചിന്റെ കൈ അങ്ങ് വട്ടേടായി, കൊച്ചിനെ എഴുതാനും ഒക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അച്ഛൻ വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനെ വെളിയിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു നോക്കട്ടെ, ഇത് വരാൻ ഒരു ഇൻസെക്യൂർ ഫീലിംഗ്, കൈയുടെ പാർട്ടി വരണമെങ്കിൽ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് കുഞ്ഞിനുണ്ട്, അത് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ വെളിയിരുത്തിട്ട് ഞാൻ ചോദിച്ചു, എന്താ മോളെ, എന്താണ് പ്രശ്നം, വീട്ടിലെ പ്രശ്നമാണ്? ഇടത് കൈയിലാണ് ആദ്യം വന്നത്. വലത് കയ്യിൽ വരണമെങ്കിൽ ടീച്ചേഴ്സിന്റെയോ അല്ലെങ്കിൽ പഠിത്തത്തിന്റെ കാര്യത്തിലായിരിക്കാം. ഇടത് കയ്യിൽ ആദ്യം വരണമെങ്കിൽ വീട്ടിൽ എന്താണ് പ്രശ്നം? അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങളാണ്, റൈറ്റ് ഹാൻഡഡ് ഫെല്ലോ ആണ്. അപ്പൊ അത് വരണമെങ്കിൽ എന്താണ്, അമ്മയിൽ നിന്നുള്ള മോക്ക് എന്തോ ഇഷ്യൂ വരുന്നത്, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നുള്ള ഇഷ്യൂ? നിങ്ങൾ എത്ര പേരാ? ഇപ്പൊ 3 പേരാണെന്ന് പറഞ്ഞു. മോളാണ് മൂത്തത്, ബാക്കി ഇളയത് 2 പേരും സഹോദരന്മാരാണ്. അമ്മ ഈ ആൺപിള്ളേരെ മാത്രമേ സ്നേഹിക്കുള്ളൂ, ഈ പെൺകുട്ടിയെ എല്ലാത്തിനും അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ കുഞ്ഞിനെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഈ ആൺകുഞ്ഞുങ്ങൾ വരുന്നതിന് മുമ്പ് ഭയങ്കര സ്നേഹമായിരുന്നു. ആൺകുഞ്ഞുങ്ങൾ വന്നതിന് ശേഷം എന്നെ ഒരു മൈൻഡും അമ്മയ്ക്കില്ല, എന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കും. ഈ ആൺപിള്ളേർക്കൊക്കെ ആഹാരം കൊടുക്കുന്നതും എല്ലാം ഞാൻ ചെയ്യണം. അപ്പൊ അത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതെടുത്തത് ഡെലൂഷൻ നെഗ്ലക്റ്റഡ്, ഷീസ് നെഗ്ലക്റ്റഡ് എന്നെടുത്തു. പിന്നെ എക്സ്ട്രിമിറ്റീസിൽ വാട്സ് അപ്പർ ലിംസിൽ എടുത്തു. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ മോക്ക് അപ്പൊ സ്നേഹമാണ് കുഞ്ഞ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് മോക്ക് ഏറ്റവും ആഗ്രഹം എന്താണ്? അത് എനിക്കൊരു പൂച്ചയുണ്ട് ഡോക്ടറെ, ഒരു പെറ്റ് പൂച്ച. ആ പൂച്ചയും കൊണ്ട് ഞാൻ നടക്കും, എനിക്ക് പഠിക്കാനുള്ളപ്പോ പഠിക്കും, അത് വീട്ടുകാർ പറഞ്ഞങ്ങനെ പഠിക്കുള്ളെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഈ പൂച്ചയും കൊണ്ട് അങ്ങ് നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, അതിന് ആഹാരം കൊടുക്കുക എല്ലാം ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പൊ അത് ഞാൻ എന്താ ചെയ്ത്, മൈൻഡ് ആനിമൽസ്, ലവ് ഫോർ ആനിമൽസ്. കാരണം ഇത് സോറോ സൈക്കോട്ടിക് കണ്ടീഷനാണ്. അപ്പൊ റൂബ്രിക്ക് ഈ രീതിയിൽ എടുത്താൽ മതി. നമ്മൾ സിഫിലിറ്റിക് ആകുമ്പോഴാണ് റൂബ്രിക്ക് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് പോകുന്നത്. എന്നിട്ട് ഞാൻ വന്ന റെമഡി ഇത് 3 കവർ ചെയ്യുന്ന മരുന്ന് സെപ്പിയാണ് വന്നത്. സെപ്പിയ 1 ഡോസ് കൊടുത്ത് PL കൊടുത്തു വിട്ട്. അടുത്ത പ്രാവശ്യം വന്ന ഈ സെപ്പിയ കൊടുത്തു കഴിഞ്ഞ് ഞാൻ സെപ്പിയ കൊടുക്കുന്നത് 14/11 കൊടുക്കുന്നത്. 6/12 ആ കൊച്ചിന് മെൻസസ് ആയി. പിന്നെ 21/12/22 വന്നപ്പോ പൊഴിയാൻ തുടങ്ങി. റൈറ്റ് ഹാൻഡിലെ കംപ്ലീറ്റ് പൊഴിഞ്ഞു, ലെഫ്റ്റ് ഹാൻഡിലെ കുറേശ്ശെ പൊഴുത് പോകുന്നത്. ഞാൻ PL മാത്രമേ കൊടുത്തുള്ളൂ, പിന്നെ സെപ്പിയ കൊടുത്തില്ല. കംപ്ലീറ്റ് പോയെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇവിടെ മീൻ കൊണ്ടുവരുന്നതാണ്. അപ്പൊ പുള്ളിക്കാരൻ വന്നപ്പോ പറഞ്ഞു, ഡോക്ടർ എന്തായാലും അത് കംപ്ലീറ്റ് പോയി, രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത്. പിന്നെ ഒരു കേസ് ഇതുപോലെ തന്നെ വാട്സ്, ഒരു പെൺകുട്ടിക്ക് 8 വയസ്സുള്ളതാണ്, 8-9 വയസ്സുള്ളതാണ് പെൺകുട്ടിക്ക്. ഈ നോസ്ട്രലിന്റെ ലെഫ്റ്റ് സൈഡില് ഇവിടെ ഒരു ഇങ്ങനെ പിരമിഡ് പോലെ ഒരു വാട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ പുള്ളിക്കാരുടെ ക്യാരക്ടറും ഇതുപോലെയാണ്. ഇളയ പയ്യനെ വീട്ടുകാരെല്ലാം സ്നേഹിക്കുന്നത്, എന്നെ മാത്രം സ്നേഹിക്കുന്നില്ല, ഇങ്ങനെ പരാതി പറച്ചിലാണ്. അപ്പൊ ഞാൻ വെച്ചിട്ട് ലാക്കസിസ് ആണ് കൊടുത്തത്. ലാക്കസിന് ഭയങ്കര ജലസി ഉണ്ട്. അപ്പൊ ജലസി വെച്ചിട്ട് ലാക്കസിസ് കൊടുത്തു 200 കൊടുത്തിട്ട് ഒരു മാറ്റവും ഇല്ല. ഒരു തരത്തിലും അത് കുറയുന്നില്ല. ലാക്കസിസ് കൊടുത്തു കഴിഞ്ഞ 1 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വന്ന ഒരു മാറ്റവും ഇല്ല ഡോക്ടറെ. ഇപ്പൊ പിള്ളേരെല്ലാം എന്നെ കളിയാക്കുന്നത്, എനിക്ക് നാണക്കേട്, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എനിക്ക് നാണക്കേടെന്ന് പറഞ്ഞു. ഇത് ഇപ്പൊ തൊടുമ്പട്ടേ ബ്ലഡും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മോൾക്ക് ആരോടെങ്കിലും ഭയങ്കര വിരോധം ഉണ്ടോ? ഒട്ടും സഹിക്കാൻ പറ്റാത്ത. എനിക്ക് എല്ലാവരോടെയും വിരോധം തന്നെ. എന്റെ ടീച്ചറാണ്, ഒരു ടീച്ചറുണ്ട്, ലെഫ്റ്റ് ഹാൻഡഡ് ഫെല്ലോയാണ് കൊച്ച്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉണ്ടായിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ആരെങ്കിലും സ്കൂളിൽ ആരെങ്കിലും വിരോധമാണ്? അതുകൊണ്ട് എന്റെ ഒരു ടീച്ചറുണ്ട്, ക്ലാസ് ടീച്ചർ, അവരെപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? ബാക്കി എത്ര കുട്ടികളുണ്ട്, എന്നെ മാത്രമേ കുറ്റപ്പെടുത്തുള്ളൂ. ഞാൻ എന്നാ നല്ലപോലെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മോള് പഠിക്കുന്നോണ്ടാണ്, നല്ലപോലെ പഠിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ കുറ്റപ്പെടുത്തുന്നത്. അത് മോള് ആ രീതിയിൽ എടുക്കാത്തത്. അല്ല, അങ്ങനെയൊന്നും അല്ല, എന്നെ എല്ലാവരുടെയും മുമ്പ് വെച്ച് കുറ്റപ്പെടുത്തും. ഡോക്ടർ പറയുന്ന പോലെയൊന്നും അല്ല.
അപ്പൊ മോക്ക് ഭയങ്കര വിരോധമുണ്ട്. എനിക്ക് ഭയങ്കര വിരോധമാണ് അവരോട്. അപ്പൊ അൺഫർഗിവിംഗ് നേച്ചർ ഉള്ള ഒറ്റ മെഡിസിനേ ഉണ്ട്, ബ്ലീഡിങ് ബ്ലീഡിങ് വാട്സ് ഉള്ളത്, നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് 200 ഡോസ് അപ്പോഴും വായിൽ ഒഴിച്ചു കൊടുത്ത്. ഞാൻ പറഞ്ഞ മോൾ ഇനിച്ചല്ലേ കുറയും, PL കൊടുത്തുവിട്ട് ഇതില് മോക്ക് കുറയും, അത് ചുരുങ്ങി ചുരുങ്ങി വരുമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതൊക്കെ ഉണങ്ങി കുഞ്ഞു ചുറുതായിട്ട് വന്നു. അതിന്റെ അടുത്ത ആഴ്ച കംപ്ലീറ്റ് പോയി. നല്ല രസമായിരുന്നു. പക്ഷെ ഈ ഇതില് പറയുന്ന നോസ്ട്രലിലുള്ള വാട്സിന് റെപ്പർട്ടറിയിൽ പറയുന്നത് ലാക്കസിസം കോസ്റ്റിക്കും ആണ് പറയുന്നത്. അതിന്റെ ലാക്കസിസം എടുത്തിട്ട് ഒരു ഉപയോഗം കിട്ടിയില്ല. പക്ഷെ അതിന്റെ മൈൻഡ് എടുത്തപ്പോഴത്തേക്കാണ് ഈ അൺഫർഗിവിംഗ് നേച്ചർ കിടക്കുന്നതുകൊണ്ടാണ് ഇതുണ്ടായത്. അത് കംപ്ലീറ്റ് പോയി. അത് നല്ലൊരു കേസായിരുന്നു. പിന്നെ ഒരു കേസ് അത് ഇപ്പൊ ഈ ഇടയ്ക്ക് വന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് അതിന്റെ കോസ് മനസ്സിലാക്കാം. നമ്മളെ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ച് കേസൊക്കെ പറഞ്ഞ് വളരെ സമയം പോയത് അറിഞ്ഞില്ല. അറിയില്ലല്ലേ? ഇതോടെ ഞാൻ പറഞ്ഞിട്ട് ഇതോട് പറഞ്ഞിട്ടൊക്കെ തീർക്കാം. നമുക്ക് അടുത്ത പ്രസന്റേഷൻ ചെയ്യാം ഡോക്ടറെ. എല്ലാം പറഞ്ഞ് തീർക്കല്ലേ, കുറച്ച് വെച്ചേരെ. അതിന്റെ കൂടെ കുറെ കേസുകളുമായിട്ട് അപ്പൊ ഇനി നമുക്ക് ഡിസ്കഷന് വളരെ 3 മിനിറ്റേ ഉള്ളൂ ഡോക്ടറെ. എമർജൻസി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ ദയവായി ഹാൻഡ് റൈസ് ചെയ്യുക. സമയവും കുറവാണ്, 1-2 പേർക്ക് അവസരം ഉണ്ട്. എന്തായാലും തകർത്താടി എന്ന് പറയുന്നതായിരിക്കും. ഡോക്ടറെ ഹോമിയോപ്പതിയെ നമ്മൾ ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാലേ അത് ഞാൻ പ്രഭുജിയൊക്കെ സാറിനെ നമസ്കരിക്കുകയാണ്. എപ്പോഴും ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ചിട്ടേ ഇത് ചെയ്യുള്ളൂ. കാരണം അദ്ദേഹം എന്നെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക. ഒരു ഇരുത്തമൊക്കെ വന്നതായിരുന്നു, പക്ഷെ ഇപ്പൊ വീണ്ടും സൂപ്പർ ഫാസ്റ്റ് ആയിട്ടൊക്കെ ഓടി. അത് ശരി, സ്പീഡായിപ്പോയല്ലേ? ഭയങ്കര സ്പീഡായിരുന്നു. എനിക്ക് ചിരി വന്ന ധനേഷ് ഡോക്ടറെ, വേറൊരു പേഷ്യന്റ് ഭയങ്കര സ്പീഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ അതിനെക്കാട്ടി സ്പീഡിലാണ് ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞങ്ങള് ഡോക്ടറെ കൂടെ ഓടിയത് കേട്ടാ. വളരെ ചിരിച്ച് സന്തോഷിച്ച് ഓരോ കേസും ആസ്വദിച്ചാണ് ഡോക്ടർ പറഞ്ഞോട്ട്. തീർച്ചയായിട്ടും ഞാൻ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കേസ് കഥകൾ, ഓരോരുത്തരുടെയും കഥകൾ കേട്ട് ഭയങ്കരമായിട്ട് ഓരോ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ട് ഞാൻ അന്തം വിടുകയാണ്. ഓരോ അനുഭവങ്ങളും ഓരോ പ്രാവശ്യം ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ആ ഒരു ലോജിക്ക് വരണ്ടേ. റൈറ്റ് സൈഡിൽ ഡോക്ടർ ശോഭന രാമവർമ്മ മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഓക്കെ. ഹലോ, കേൾക്കാമോ? ഗുഡ് ഈവനിങ് ഡോക്ടർ. വളരെ നല്ലതായിരുന്നു. എപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട് ഡോക്ടറുടെ ക്ലാസ്. പക്ഷെ സ്പീഡ് കാരണം ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ഇതായിരുന്നു, എല്ലാ 4-5 കേസ് പറഞ്ഞല്ലോ, എല്ലാ കേസിലെയും എടുത്ത റൂബ്രിക്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഡോക്ടറെ നാളെ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഡോക്ടർക്ക് വീണ്ടും വീണ്ടും ഒന്ന് കേട്ടാ മതി. ആരും ഇത് കാണുന്നതായിട്ട് തോന്നുന്നില്ല, കാരണം നമ്പർ ഓഫ് ലൈക്സും ഷെയറും വളരെ കുറവാണ് നമ്മുടെ വീഡിയോസിന്. റിപ്പീറ്റ് ചെയ്യണ്ട കേട്ടോ, ഞാൻ കേട്ടോളാം. എന്നാൽ ഇത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഹ്യൂമൻ ഡോക്ടർ രാത്രി 3 മണിക്കൂർ കുത്തിയിരുന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ അതിനത്ര അത് അനുസരിച്ചുള്ള ഒരു വ്യൂവർഷിപ്പ് നമുക്ക് കിട്ടുന്നില്ല. എല്ലാരും ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ഒന്ന് അടിച്ചാലും മതി. അത് ഷെയർ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാരിൽ എത്തും. നമ്മുടെ IMBHന്റെ ശ്രമം എന്ന് പറയുന്നത് ഹോമിയോപ്പതി പരമാവധി പേരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഇതുവരെ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളൊക്കെ ചെയ്തിട്ടും സാധാരണക്കാരിലോട്ടൊന്നും എത്തുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു മാസം 500 രൂപ വെച്ചൊന്ന് തന്നാൽ കൊള്ളാമായിരുന്നു. കാരണം IMBHന് സാമ്പത്തിക അത് കുഴപ്പമൊന്നുമില്ല.
അല്ല, എല്ലാവരോടും കൂടി ഒരു അഭ്യർത്ഥനയാണ്. അത് ഒരാളെന്നല്ല, കാരണം നമ്മൾ ഒരു മാസം പോലെ എല്ലാവരും തരുവാണെങ്കിൽ നമുക്ക് ഇനി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിപ്പോ കയ്യിൽ നിന്ന് കാശെടുത്ത് നടത്തുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഒരു ശരിയായ പ്രവണതയല്ല. നമ്മൾ എന്നാലും ആരോടും നിർബന്ധിതമായിട്ട് പിരിവൊന്നും മേടിക്കുന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും അണ്ണാറക്കണ്ണനും തന്നാല എന്ന് പറഞ്ഞ പോലെ, അതുകൊണ്ടാണ് ഒരു മിനിമം അതായത് നമ്മളിപ്പോ ഒരു സെമിനാറിനൊക്കെ ഞാൻ ഇന്നലെ കണ്ടതാണ്, 3000 രൂപ, 2500 രൂപ, 1200 രൂപ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ റേറ്റ് വരുന്നത് ഒരു ദിവസം. നമ്മൾ ഇന്നത്തെ ഈ ഒരു 2 മണിക്കൂർ ഇവിടെ ഇരുന്നപ്പോ തന്നെ, അതായത് 3 മണിക്കൂറത്തെ പരിപാടിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല റേറ്റിംഗ് ഉണ്ട്. നമ്മൾ അറിയില്ലെന്നേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള പ്രസന്റേഷൻ. ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിലും ഇന്ന് അടിപൊളി പ്രസന്റേഷൻ, ഇവിടെ ആണെങ്കിലും അതിനപ്പുറം. ഇന്നലെ ആണെങ്കിലും നമ്മുടെ മലയാളം വളരെ ഗംഭീരമായിരുന്നു. നാളെ നമ്മുടെ മലയാളത്തിൽ എത്തുന്നത് CCRHൽ റിട്ടയർ ചെയ്ത ഗോപിനാഥ് സാറാണ്. അപ്പൊ എന്തുകൊണ്ടും ഇനി നാളത്തെ കഴിഞ്ഞിട്ട് മറ്റന്നാള് നമ്മുടെ നസറുള്ള ഡോക്ടർ എത്തുന്നുണ്ട്. ചൊവ്വാഴ്ച മുഹമ്മദ് അൻസാർ ഡോക്ടർ എത്തുന്നുണ്ട്. അങ്ങനെ നിരന്തരം വളരെ സൂപ്പറായിട്ടുള്ള പ്രസന്റേഷൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം ആണ് ഇപ്പൊ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അതിഗംഭീരമായ പ്രസന്റേഷനുകളാണ് ഇനി വരുന്ന ദിനങ്ങളിലും വരുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇത് നടത്തിക്കൊണ്ടു പോകുന്ന ആലോചിക്കുമ്പോഴാണ് പ്രശ്നം. ഇത്രയും നല്ല പ്രസന്റേഷനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയും ധനുഷ് ഡോക്ടറുടെ അഭ്യർത്ഥന എല്ലാവരും കേട്ട് കാണും. എല്ലാവരും അതിനോടൊപ്പം സഹകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശോഭന രാമവർമ്മ ഡോക്ടറെ, നമ്മളെ അനിതാ സോമൻ ഡോക്ടർക്ക് ഒരു നന്ദി കൂടി പ്രകാശിപ്പിക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഒരു ശകലം കൂടിയേ കൊള്ളാം. താങ്ക് യു സോ മച്ച് ഡോക്ടർ അനിത. ആൻഡ് എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ ക്ലാസ് വളരെ നല്ലതാണ്. ആൻഡ് ഈ പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതിയെ കുറിച്ച് കേട്ടറിവേ ഉള്ളൂ, പഠിച്ചിട്ടില്ല ഞാൻ. പക്ഷെ പഠിക്കണം ഡോക്ടറെ, നല്ലതാ, വളരെ നല്ലതാ. നമ്മുടെ ബേസിക് വെച്ചിട്ട് നമുക്ക് ആ ഇന്നറിലോട്ട് കയറി പോകാൻ ഭയങ്കരമായിട്ട് പറ്റും. ഓരോന്നിനും ഓരോ കോസ് ഉണ്ട്. മൈൻഡിനെ ബാധിക്കാൻ. മൈൻഡ് ഈസ് ദ ബോസ്, ബോഡി ഈസ് ദ സ്ലേവ് ആണ്. ഹനിമാൻ തന്നെ പറയുന്നുണ്ട്, മൈൻഡ് റൂൾസ് ദ ബോഡിയാണ്. അപ്പൊ മൈൻഡിനെ ബാധിക്കാതെ ഒന്നും ശരീരത്തിൽ തൊടത്തില്ല. അപ്പൊ അത് കൂടുതൽ പഠിച്ചാൽ കൊള്ളാന്ന് തോന്നും നിങ്ങളുടെ ക്ലാസ് കേട്ടു കഴിയുമ്പോ തന്നെ. അപ്പൊ അത്രയും നല്ലതാണ്. എല്ലാ കേസുകളും വളരെ നല്ലതായിട്ട് തോന്നി. അപ്പൊ താങ്ക് യു സോ മച്ച് IFPHന്റെ വകയും എന്റെ വകയുമായിട്ട്. ഗുഡ് നൈറ്റ്. ഓക്കെ, നന്ദി ഡോക്ടർ ശോഭന രാമവർമ്മ. അങ്ങനെ അനിതാ സോമൻ ഡോക്ടറുടെ ഒരു വെടിക്കെട്ട് ക്ലാസ്സിന് ശേഷം മലയാളം സെഷൻ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നമ്മുടെ അനിതാ സോമൻ ഡോക്ടർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്.